അവൻ വെക്കുന്നുണ്ടെന്നിട്ട് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പോകുന്ന വഴിക്ക് പോവുക എന്നുള്ളതല്ല, നമുക്ക് സ്വീകാര്യമായ വഴിക്ക് നമ്മൾ പോകുക നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം ഹിന്ദു ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ആദ്യം വായിച്ച ആത്മീയ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഒരു സംശയവും ഒരു മടിയുമില്ലാതെ പറയും. പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയാണ് എന്നെ ചിന്തിപ്പിച്ച വിഷയം. മുഹമ്മദ് കുറേ നല്ല കാര്യം പറയുന്നുണ്ട്. മുഹമ്മദ് നല്ല കാര്യം പറഞ്ഞ അവസാനം വിഗ്രഹത്തെ മുഹമ്മദ് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. വിഗ്രഹത്തെ അംഗീകരിക്കുന്നില്ല. അന്ന് എനിക്ക് ആര്യ സമാജക്കാരും ബ്രഹ്മസമാജക്കാരെന്ന് പറയും. ഇപ്പൊ വിഗ്രഹത്തെ അംഗീകരിക്കാത്ത മുഹമ്മദ് എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? ദൈവത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ വിഗ്രഹം ഒരു കല്ലിനെ ദൈവമാക്കാൻ പറ്റുമോ? ഈ ജന്മത്തിലെ കാര്യമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. കാരണം നമ്മളുടെ പൂർവ്വജന്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ കാരണം കാര്യം നിമിത്തൊക്കെ വേണം. അപ്പൊ അങ്ങനത്തെ അന്വേഷണം വരുന്നത്. കൂടാതെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് യഹൂദര് നിരന്തരം എന്ന് പഠിപ്പിക്കുന്നത്. നമ്മളെ പോലെയല്ല. നമ്മുടെ ശിഷ്യരോട് പറയാറുണ്ട്. ചണ്ടാളവർ നിരന്തരം ശിഷ്യരോട് ഇങ്ങനെ ആത്മീയത പറയും. ഒരുത്തനെങ്കിലും ഒരു ദിവസം സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്ര ആള് പോരായിരുന്നു. പക്ഷെ മുസ്ലിങ്ങളും ക്രൈസ്തവരെയും കണ്ടുപഠിക്കണം. ഒരു ഹിന്ദുവിന് ആത്മീയ അറിവുണ്ടായി കഴിഞ്ഞാൽ ഓനെന്താ ചിന്തിക്കണിച്ചാൽ എന്തിനാപ്പത് പറഞ്ഞു കൊടുക്കണേ? അങ്ങനെ ഇരിക്കും. എന്നാൽ മറ്റവൻ അങ്ങനെയല്ല. ഇതാ ദൈവരാജ്യം വരാൻ പോകുന്നു, നിങ്ങളെ ഈ കർത്താവിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അവനെ കല്ലെറിഞ്ഞാൽ കൂടി അവൻ അവിടെ നിൽക്കുന്നവൻ എന്തിന് വെച്ചുള്ള എല്ലാവർക്കും ആട്ടാപ്പൊടിയും മൈദപ്പൊടിയും വീടും കിട്ടിയിട്ടൊന്നുമല്ല. അവൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ബോധ്യമുണ്ട്. നമുക്ക് ഇത്ര കണ്ട അറിവ്, നമുക്ക് ഗ്രന്ഥങ്ങളും ഗ്രന്ഥമില്ലാത്തതുമായിട്ടുള്ള എല്ലാ വീക്ഷണങ്ങളും ഉണ്ടായിട്ട് എത്ര പേര് തൊട്ടടുത്ത മറ്റു മതസ്ഥന്റെ വീട്ടിലേക്ക് പോകണ്ട, ആചാരവും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എന്തെന്നറിയാതെ ഒരു കുന്തവും അറിയാതെ മൃഗതുല്യവും മൃഗത്തിനേക്കാൾ താഴ്ന്നു ജീവിക്കുന്ന ഓരോ ഹൈന്ദവ ഭവനത്തിൽ കയറി നമുക്കിത് പറയാമല്ലോ. ആര് പറയും? ആരെയാ പ്രതീക്ഷിക്കുന്ന? സംഘടനയുടെ പരിപാടി ധർമ്മം പ്രചരിപ്പിക്കലാണ്. അവർക്ക് അവരുടെ വ്യക്തി താല്പര്യങ്ങളുണ്ടാകും, സംഘടനാ താല്പര്യം ഉണ്ടായിരിക്കും. ഇത് ചെയ്യേണ്ടതാരാ? നാം ഓരോരുത്തരും ധർമ്മവിത്തായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ വീട്ടിലും നമുക്ക് പോയി പറയാൻ പറ്റും. എത്ര ആൾ പറയുന്നുണ്ട്, പറയുന്നില്ല. എന്താണ്? അതൊന്നും എൻ്റെ പണിയല്ല, വേണമെങ്കിൽ പഠിച്ചോളൂ. സംഭവം ശരി. നമുക്കൊരു മതപഠനത്തിൻ്റെ കാര്യം നിർബന്ധ മതപഠനം എന്നുള്ള ധർമ്മമൊന്നുമല്ല. ആവശ്യമുള്ള അന്വേഷിച്ച് കണ്ടെത്തിയത്. നമ്മൾ എല്ലാ സമയത്തും ബ്രാഹ്മണനെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആശ്രമത്തിൽ സ്വതവേ പറയാറുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഈ ബ്രാഹ്മണനെ നിരന്തരം കുറ്റം പറയുന്നുണ്ടല്ലോ. ഈ നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അല്ലെങ്കിൽ ഗുരു ഓമനും ഇവർക്കൊരു ചിന്ത ഉണ്ടാവുന്നേ. ഈ ചിന്ത ഉണ്ടാവുന്ന എവിടുന്ന്? എടാ, ഇതിന് മുമ്പ് കുറെ ആൾക്കാർ നിഷ്ഠയിൽ ഇങ്ങനെ പോയി. ആ പോയിൽ ബ്രാഹ്മണനും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അറിയേണ്ടവൻ നേടി കണ്ടുപിടിച്ചു. അറിയേണ്ടവനെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കണ്ട നാട്ടിനോട് നാട്ടുകൂടെ നടക്കുന്നുണ്ട്. അവരെടുത്ത് പോയിട്ട് അവർ ബ്രാഹ്മണനാണെന്ന്, അവൻ ചണ്ടാളനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ചോദിച്ചറിഞ്ഞിട്ടില്ല. അറിവിനർത്ഥിക്കുന്നു എങ്കിൽ അവൻ അന്വേഷിക്കുന്നത് സത്യമാണെങ്കിൽ അവനത് വന്നു ചേരും എന്നുള്ളത് കൊണ്ടാണ് എല്ലാ കുലങ്ങളിൽ നിന്നും ആത്മീയ രത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പവിഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ചുബാനന്ദ വിരുദ്ധൻ കൊട്ടി വളർന്നു അല്ല ഗുരു ഓമൻ, അതുപോലെ തന്നെ കുമാരഗുരു, അങ്ങനെ എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത വിരുദ്ധ. നാരായണ ഗുരുവിന്റെ പേര് പറയാത്തതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. അല്ല, ശുഭാനന്ദന്റെ പേര് ഇവിടെ എത്ര ആൾക്കാർ? പട്ടികജാതി വിഭാഗക്കാരന് ഇവിടെ ഉണ്ടായിരിക്കും. എത്ര പേർക്ക് ശുഭാനന്ദനെ അറിയാം? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പട്ടികജാതിക്കാരൊന്നുമല്ല. ഇവിടെ ഇന്ന് സംസാരിച്ച ചില വിഷയങ്ങൾ അതിൽ ഒതുങ്ങുമ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മളൊരു ജാതിയുടെ ആളല്ല. ചണ്ടാളബാബ ഒരു ജാതിയുടെ ആളല്ല. ചണ്ടാളബാബയുടെ ജാതി ഗുരുദേവൻ പറഞ്ഞ പോലെയാണ്. ചണ്ടാളബാബയുടെ ജാതി നരജാതിയാണ്. സമുദായങ്ങളിൽ പലത് കാണുന്നു. ആ സമുദായങ്ങൾ ദിശാബോധമില്ലാതെ സഞ്ചരിക്കുന്നു. ദിശ കാണിക്കാൻ വന്നവർ അവരുടെ ദിശ കാണിച്ചപ്പോൾ മറ്റുള്ള ദിശകൾ തെറ്റാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ശരിയല്ല, അതല്ല സനാതനം. വൈവിധ്യങ്ങളാണ് സനാതനം. വൈവിധ്യങ്ങളല്ലാത്ത സനാതനം എന്ന് ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ചിക്കൻ കുരിയ തന്നെയാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്തൊരു സനാതനം, ഒരു വേദം, ചതുർവേദം, അത് മാത്രം ഹിന്ദു, അത് മാത്രം മതി, അല്ലെങ്കിൽ ഒരു ഖുർആൻ അതിൻ്റെ ആൾക്കാരെ മാത്രം മതി, ഒരു ബൈബിൾ അത് മാത്രം മതി, അല്ലെങ്കിൽ യുക്തിവാദം ഇത് മാത്രം മതി എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അതിന് പേര് സനാതനം എന്നിട്ടാൽ അത് ചിക്കൻ കുരിയാണ്. അതിന് ഇസ്ലാമിന്റെ ചിക്കൻ കുരിയാണ്. അതൊക്കെയാണ്. അല്ലാണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിച്ച് മനുഷ്യനായി കാണുമെങ്കിൽ അതിവിടെ വേണ്ടതാണ്. അത് ഏത് പേരിട്ട് വിളിച്ചാലും വേണ്ട. അതിനെ നശിപ്പിക്കാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ കൽക്കീനെന്നും കാത്തു നിൽക്കരുത്. ഒരു കൽക്കി വരാൻ പോകുന്നില്ല, നമ്മൾ തന്നെയാണ്. ഇപ്പൊ മലബാരികളുടെയൊക്കെ കരയിൽ ഒരു കത്തി വേണമെന്നാ പറയുക, ആചാര കത്തി എന്നാ പറയുക. ഇതൊന്നും ആരും ഉപദ്രവിക്കാനല്ല, ധർമ്മം പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സമുദായങ്ങൾ വ്യത്യസ്തരാകുമ്പോൾ ആ വ്യത്യസ്ത സമുദായങ്ങൾക്ക് ആത്മാഭിമാനമുണ്ടോ? ഇല്ല. നിങ്ങളൊരു നായരോട് ചോദിക്കൂ, നിങ്ങൾ സാമുദായിക വ്യവസ്ഥയിൽ നിങ്ങളുടെ സ്റ്റെപ്പ് എന്താ ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാമതാണെന്ന് ചിലപ്പോൾ പറയും, പക്ഷെ ഒന്നാമതാന്ന് പറയില്ല. ഒന്നാമത് നമ്പൂതിരിയാന്നാ പറയുക.
മറ്റൊന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ മൂന്നാമതോ അല്ലെങ്കിൽ ഓന് രണ്ടേ പറയുള്ളൂ. ഇത് എവിടുന്ന് വന്നു നിങ്ങൾക്ക്? നമ്മുടെ അച്ഛനും അമ്മയും മോശമാണെന്ന ചിന്ത നമുക്ക് എവിടുന്ന് വന്നു? ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ അച്ഛൻ മോശക്കാരനാകും? ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആടെ എങ്ങനെ കഴുതയാണ്? ഇപ്പൊ അതാ പട്ടികജാതിക്കാര് വില്ലേജ് ഓഫീസിൽ പോയാൽ നമ്മൾ തന്നെ പറയും എല്ലാവരും ആണെന്നല്ല. എന്താ ജാതി എന്ന് ചോദിച്ചാൽ ജാതി എല്ലാം ചോദിക്കേണ്ട സമുദായമാണ്. ആ വാക്ക് എല്ലാവർക്കും അറിയില്ല. ജാതി ചോദിക്കാൻ പാടില്ല. ഗുരു പറഞ്ഞു ജാതി തെറ്റാണ്. കണ്ടാൽ അറിയില്ലേ? ഗുരു ഒരിക്കലുണ്ടായില്ലേ? കണ്ടാൽ അറിയില്ലേ? സമുദായം എന്ന വാക്ക് ശരിയാണ്. സമുദായം എന്ന വാക്ക് ശരിയാണ്. കുലം എന്ന വാക്ക് ശരിയാണ്. നരന്റെ കുലമായിരിക്കാം, നരന്റെ കുലത്തിന് ആചാരകുലങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ മറ്റു വിചാരിക്കും വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാരണം കണ്ടെന്താ ജാതി ഞങ്ങൾ കാണുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരാ ഇവർ താഴ്ന്നവരാണെന്ന് പറഞ്ഞേ? ഇനി ആരെങ്കിലും പറഞ്ഞാലും എന്താ പറയേണ്ടത്? ഞാൻ പറയനാണ്, ഞാൻ ചെറുമനാണ്, ഞാൻ വേട്ടുവനാണ്, ഞാൻ വള്ളുവനാണ് എന്ന അഭിമാനത്തോടുകൂടി പറയണം. വാലി കൊണ്ട് നടക്കുന്ന നായനെ നോക്കി കുറ്റം പറയുകയല്ല, സ്വന്തം ജാതി പുലയൻ എന്ന് ചേർത്ത് പറയാനുള്ള തന്റെ ഇടമുണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ അദ്ദേഹം പറയേണ്ടത്. ദേവസ്വം ബോർഡ് ലിസ്റ്റിൽ നമ്മുടെ ഒരു പേര് വെച്ചിരിക്കുന്നതിന്റെ അറ്റത്ത് ചെറുമെന്ന് എഴുതിയിരിക്കുന്നു. ആദ്യം ശർമ്മ എന്നായി. ശർമ്മ എന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ തന്ത്രിമാർക്ക് ഒരു വിഷമം. ശർമ്മ ഞങ്ങളുടേതാണ്, അത് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് ചെയർമാൻ അറിയാം. ഇപ്പോഴത്തെ ഡയറക്റ്റ് അറിയാം. രാജഗോപാലൻ നായർ അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തിന് മുന്നിൽ നടന്ന സംഭവം കള്ളം പറയുന്നില്ല. ഈ നമ്മളെ ആലുവ തന്ത്ര വിദ്യാപീഠത്തിലെ സെക്രട്ടറി ബാലമുരളിയും നമ്പൂതിരിയും അതുപോലെ രാധാകൃഷ്ണൻ കോച്ചി തന്ത്രിമണ്ഡലത്തിൻ്റെ അവരിയ്ക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം റെക്കോർഡ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും. റെക്കോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബിജു നാരായണ ശർമ്മ എന്നൊരു ശർമ്മ നിങ്ങളെങ്ങനെ വെക്കും? ഞാൻ പറഞ്ഞു എന്ത് വെക്കാൻ പറ്റില്ലേ? നിങ്ങൾ എന്നല്ലേ പറയാം ബ്രാഹ്മണൻ്റെ കൂടെ ഇത് വെക്കാം. അല്ല അതൊക്കെ ഞങ്ങളെ തിരുമേനിയും ശർമ്മ പോറ്റിയൊക്കെ ഞങ്ങളെ കൂടെയാണ് വേണ്ടത്. ഒരു പ്രശ്നത്തിനും ഞാൻ നിന്നില്ല. അപ്പം ഇത്രേ പറഞ്ഞുള്ളൂ ശർമ്മനോട്. അയ്യോ അങ്ങനെയാണെങ്കിൽ ഇത് എടുത്തോട്ടോ, എനിക്ക് എൻ്റെ പേരിൽ ചെറുമെന്ന് എഴുതി തന്നാൽ മതി. ആ ഒരു സംശയമില്ലാണ്ട് അപ്പം പറഞ്ഞു ശർമ്മൻ പറഞ്ഞു എഴുതി തന്നാൽ മതി വെക്കാമെന്ന് പറഞ്ഞു. ഇവർ വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ ഡേറ്റയിലേക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ദേവസ്വം ബോർഡിൽ എല്ലായിടത്തും ആകുന്നില്ല. അപ്പോൾ ആ ചെറുമൻ ഭാവി ഈ വേദി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരജിയെപ്പോൾ ഇരിക്കുമ്പോൾ ഈ വേദി പറഞ്ഞത് ആ പേര് വെച്ചുകൊണ്ട് ഭാവി ചണ്ടാളാവുമ്പോൾ ചെറുമന്റെ ഗുരുവാണെന്നോ ചെറുമന്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. അത് ഈ സമൂഹം എനിക്ക് കുറച്ച് തന്നു. എൻ്റെ അമ്മയുടെ ജാതി നായർ സമുദായം നായർ. അത് വെക്കാൻ സമൂഹത്തിൽ എനിക്ക് അനുവാദമില്ല, സാമൂഹ്യ വ്യവസ്ഥയിൽ എനിക്ക് അനുവാദമില്ല. ഉണ്ടെങ്കിൽ ഈ രണ്ടും വേണമെന്നുമില്ല. പക്ഷെ എന്താണ് സാമൂഹികത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്ത യോനിയാണ് എൻ്റെ മാതാവിൻ്റെ യോനി. ഞാൻ തിരഞ്ഞെടുത്തു പൂർണ്ണ ബോധത്തോടുകൂടി ആ സൂക്ഷ്മ ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത യോനിയാണ് ആ നായന്റെ യോനി. ഞാൻ തിരഞ്ഞെടുത്ത ബീജമാണ് ആ ചെറുമന്റെ ബീജം. വെറും ചെറുമനും ചെറുമിക്കും ഉണ്ടായാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കും. എനിക്ക് മറ്റൊരു ജാതിക്കാരനെ കണ്ടാൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. ഒരു വെറും നായരായാലും എനിക്കുണ്ടാകും. എന്താ അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മായ പ്രകൃതിയിൽപ്പെടും. പ്രകൃതിയാണ് നമ്മളെ നയിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ദൗത്യം വിസ്മരിക്കാൻ ഒരിക്കലും പാടില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ യോനി തിരഞ്ഞെടുത്തത്. എന്തുണ്ടായി? അങ്ങനെ ജനിച്ചപ്പോൾ ഈ താറാക്കൂട്ടം പോകുന്നത് പോലെ പ്രകൃതിയിലെ ചില സിറ്റുവേഷൻ എന്നെ നയിച്ച് ഇന്ന് ഈ മഹാത്മാക്കൾക്കും ഈ മഹാത്മാക്കൾക്കും പുണ്യാത്മാക്കൾക്കൊക്കെ ഇടയിൽ ഇരുത്തി. ആദ്യകാലത്ത് എനിക്ക് എന്നെ ആക്ഷേപിക്കുന്നവരോട് വാക്കാനിച്ചോട് എന്നെ ശരീരത്തെ പാടാൻ എനിക്ക് എല്ലാവർക്കറിയാം. എല്ലാവരോടും എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതെങ്ങനെയാ പോയത്? അവരുള്ളത് കൊണ്ടാണ്. ഈ ദേവാസുര സിനിമയിൽ മറ്റേ ശേഖരൻ പറയുന്നുണ്ട് നീലാണ്ടനുണ്ടായിട്ടാണ് ശേഖരൻ അല്ലേ? ഇതുപോലെ എന്നെ ഉപദ്രവിച്ചവരും ആക്ഷേപിച്ചവരും ആക്രോശിച്ചവരും വിട്ടുനിർത്തിയവരും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അവരെന്റെ ഗുരുവാണ്. അവരെ ഞാൻ എന്തും ആദരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ശത്രുവിനെ റെസ്പെക്ട് ചെയ്യുക. ശത്രുവിനെ എന്നും സ്മരിക്കുക. ആ ശത്രു ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. നാളുകളിൽ എനിക്കിനിയും മുന്നോട്ട് പോകണമെങ്കിൽ എന്നെ നിരന്തരം കല്ലെറിയുന്ന ആളുകൾ ഉണ്ടാകണം. എന്തും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം എന്താണ്? എനിക്ക് സ്വയം കണക്ട് ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റും. അവിടെ ഒരിക്കലും വെറുപ്പില്ല. എനിക്കവിടെ എന്നെ ഉപദ്രവിച്ചവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവർ നേരിട്ട് വന്നാലും ഞാൻ എന്തിനെ എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് അവശേഷിക്കുന്നുള്ളൂ. എന്തിന്? മറ്റത് എനിക്കൊരു ദേഷ്യവും ഒരു ശിക്ഷ ഞാൻ കൊടുക്കണ്ടെന്നാ പറയും.
എനിക്ക് ചോദ്യം, എന്തിനെന്നെ? ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു മുട്ടയടിച്ച് വെള്ളയെടുത്തൊരു വിവേകാനന്ദനായിട്ടും നാരായണ ശർമ്മയായിട്ടും ഞാൻ എന്തിന്? അയാൾ പറയുകയാണ് നിങ്ങൾ ചണ്ടാളബാബയാവാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അതും എനിക്ക് ഉത്തരാണ്, ആശ്വാസമായി. അപ്പൊ അവിടെയാണ് നമ്മൾ എന്തേ എന്നറിയാതെ പോകുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം നമ്മൾ എന്താണ്. അത് പറയണമെങ്കിൽ വേണം. ഞാൻ അമ്പലത്തിലെ പൂജാരിയായി വിജു നാരായണ ശർമ്മയാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം എൻ്റെ നാട്ടിൽ അമ്പലക്കാരൊക്കെ എനിക്ക് വിഷമായി. ഞാൻ ഇതൊക്കെ പഠിച്ചു വന്നിട്ട് എന്നെ അവരൊന്നും ഉൾക്കൊള്ളുന്നില്ല, എന്നെ പൂജയ്ക്ക് വിളിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം അതാണ്. പക്ഷെ അവരെന്നെ അന്ന് അമ്പലത്തിൽ പൂജാരിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ ഞാനില്ല, ഇന്നില്ല. ഞാൻ കേവലം ഒരു ശാന്തിക്കാരനാണ്. ആ വേദന പക്ഷെ എൻ്റെ കൊച്ചിലെ എൻ്റെ ഒരു ചോദ്യമായിരുന്നു, എന്താ ജാതി ഇട്ടു? ഇപ്പം നിങ്ങളെ പോലെ നാരായണ ഗുരു ഇല്ലേ ഇതൊക്കെ ഇല്ലേ ചോദിക്കും. ഞാൻ ജനിച്ചത് ഈ പാലക്കാടല്ല, ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഏലംകുളം EMS നമ്പൂതിരിപ്പാടിൻ്റെ മനയുടെ തൊട്ട് മുന്നിലാണ്. ഞങ്ങൾ തമ്മിൽ രണ്ട് വ്യത്യാസം, രണ്ടല്ല വലിയ വ്യത്യാസം, രണ്ട് വ്യത്യാസം. അദ്ദേഹം പൂണോല് പൊട്ടിച്ചെറിഞ്ഞ് ഈ ധർമ്മത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. ഞാൻ പൂണോലിട്ടു, പക്ഷെ പൂണോല് വേണ്ടാന്ന് തോന്നി സർവാധിക ബഹുമാനപൂർവ്വം അത് ഉപേക്ഷിച്ച് ഈ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളു. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിപ്ലവമൊക്കെ എനിക്കുണ്ട്. കാരണം ആ വിപ്ലവ ഭൂമിയിലല്ല, വിപ്ലവം എനിക്കുണ്ട്. ഞാൻ മണ്ഡലാകുന്നിൽ വന്നപ്പോൾ പത്രക്കാരൻ ആദ്യമായിട്ട് ഇവിടെ പത്രമിട്ട് പോകുമ്പോൾ അയലോക്കാരനോട് ചോദിച്ചു, ഇപ്പൊ ഇവിടുന്ന് പോയ രൂപേഷാണ് അത് കേട്ടത്. ഓ, നമ്മളെ വിപ്ലവത്തിന്റെ സ്വാമി ഇങ്ങോട്ട് താമസം പറയും. അപ്പൊ എനിക്ക് അത്ഭുതമാണ്, വിപ്ലവത്തിന്റെ സ്വാമിയോ? അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന വിപ്ലവമാണ്, കമ്മ്യൂണിസ്റ്റാണെന്ന് തോന്നുന്നെങ്കിൽ ആ അർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. എനിക്കൊരിക്കലും മറ്റൊന്നാകാൻ കഴിയില്ല. വിപ്ലവം എന്നുള്ള മാറ്റമാണ്. ആ മാറ്റം ഉണ്ടാകും. ആ മാറ്റം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? സ്വന്തം തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ്, എൻ്റെ തിരിച്ചറിവ് ഞാൻ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അറിയാം, എൻ്റെ അടുത്ത് ശിക്ഷണത്തിൽ വരുന്ന കുട്ടികൾക്കറിയാം. അവസാനം ഓരോ ദിവസവും അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, ഞാൻ എൻ്റെതായ രാഷ്ട്രീയം പോലും പറയും. എന്നിട്ട് പറയുക, ഞാനിത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. നിങ്ങൾ വിചാരം ചെയ്തിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം. അതിനുമ്പ് ഞാൻ തുടങ്ങും. കൃഷ്ണനും ബുദ്ധനും പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് പറയുന്നു, ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യാം. വിചാരം ചെയ്യണം. മണ്ടന്മാരാകരുതേ. മണ്ടന്മാർക്ക് വിചാരം ചെയ്യാനാകില്ല. ഒരു വ്യക്തി അടിമയാകുന്നു എന്നുണ്ടെങ്കിൽ, ഒരു സമൂഹം അടിമയാകുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയോ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ബ്രാഹ്മണൻ നമ്മളെ എന്താ പറയുക, അടിമയാക്കി, സവർണൻ അടിമയാക്കി എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ജനസംഖ്യയിൽ ഭൂരിപക്ഷം എന്ന് സ്വയം ചിന്തിക്കും. ഇന്ന് ജനാധിപത്യ രാജ്യമാണല്ലോ. ഇന്നത്തെ ഒരു വ്യവസ്ഥ ചിന്തിച്ചു നോക്കൂ. അപ്പൊ അടിമയാക്കണമെങ്കിൽ അടിമയാകാൻ നിന്ന് കൊടുക്കണം. എന്റെ പോലെ തന്നെയാണല്ലോ മറ്റു പലരും. അവരിപ്പോഴും മറ്റുള്ള രീതിക്ക് പോകുന്നുണ്ടല്ലോ. ജാജി പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് ഒറ്റയ്ക്കാണ് പോവുക. ചണ്ടാളാമ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നാളെയും ഉണ്ടാക്കില്ല. അതിനൊക്കെ അറിയാം, കൂടെയുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ കുട്ടിയിലെ അച്ഛനോട് പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, എനിക്ക് വീട്ടിൽ നിന്നൊരു തനി മണ്ണ് പോലും വേണ്ട, അച്ഛൻ എനിക്കൊന്നും ചെയ്തു തരണ്ട. ഞാനൊന്നും കൊണ്ടുവന്ന് കുട്ടിയിൽ വേണം. അതൊന്നും ദൈവികമായ തള്ളുകളൊന്നുമല്ല. അങ്ങനെ ഒരു പരിപാടിയിൽ എനിക്ക് സിദ്ധിയൊന്നുമില്ല. എന്നെ അടിച്ചാൽ എനിക്ക് വേദനിക്കും. എന്നെന്തെങ്കിലും പറഞ്ഞ് ഞാൻ തിരിച്ചു പറയും. കാരണം അങ്ങനത്തെ സിദ്ധിയുള്ള അങ്ങനത്തെ ഒരാളൊന്നും അങ്ങനെ സിദ്ധിയൊന്നും അവകാശപ്പെടുന്നു. പക്ഷെ മറിച്ച് പറയുമായിരുന്നു, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുപോവുകയുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. എന്തിനു വേണ്ടിയിട്ടാ? ധാർമ്മിക പഠനത്തോടൊപ്പം പൊതുവിദ്യാഭ്യാസം കൊടുക്കാൻ വേണം. എന്താണ് ധാർമ്മിക വിദ്യാഭ്യാസം? അവരുണ്ടല്ലോ, വിദ്യാനികേതൻ സ്കൂൾ പോലുണ്ടല്ലോ. അവർ പഠിപ്പിക്കുന്നത് വൈദിക ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു ധർമ്മം. അവിടെ ഹിന്ദുക്കളെ കൺവേർഷൻ നടത്തും. എൻ്റെ പ്രശ്നത, എൻ്റെ ഹിന്ദുക്കളെ വൈദിക ഹിന്ദുക്കൾ കൺവേർഷൻ. മറ്റിടത്ത് മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ അവർ എൻ്റെ ജനതയെ ഇസ്ലാമിക കൺവേർഷൻ നടത്തുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി. ക്രൈസ്തവരും അങ്ങനെ ചെയ്യുന്നു. എനിക്ക് ആരെയും കൺവേർഷൻ നടത്തണ്ട. ഈ ധർമ്മത്തോടുകൂടി ഒരു ജനതയെ മുന്നോട്ട് നയിക്കണം. പാണനായിട്ടും പറയാനായിട്ടും നായരായിട്ടും പോട്ടെ, അവർക്ക് അവരുടെ ധർമ്മം പഠിക്കാൻ പറ്റും. അവരാരാധന. പിന്നെ കൂടാതെ ആരാധനാ കേന്ദ്രങ്ങൾ വേണം. എന്തിന്? ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അവിടേക്ക് അതിൻ്റെതായ പരമ്പരാഗത ആചാര നിയമങ്ങളും അതിനെയൊന്നും അവഹേളിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ എന്ത് വേണം? ബദൽ സംവിധാനം വേണം. അയ്യങ്കാളി യജമാനൻ പ്രജാസഭയിൽ പറഞ്ഞ പ്രസംഗങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവിടെ രാജാവിനോട്, അന്നത്തെ രാജസമ്പ്രദായത്തോട് പറയുന്നത്, എല്ലാവർക്കും ആരാധനാലയങ്ങളുണ്ട്, നമ്മുടെ ജനതയെ ആരും ക്ഷേത്രത്തിൽ കയറ്റുന്നുമില്ല. അതുകൊണ്ട്
എന്നിട്ട് അദ്ദേഹം വെറും മുരയനാക്കി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വെറും ചെറുമനാക്കാനും നായരാക്കും ഉണ്ടായില്ല. ഹിന്ദു മഹാസഭയിൽ ഇപ്പം ഇവിടെ അനന്തപുരിയിലേക്ക് പോയപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട്, ഒരു നേതാവ് എന്നോട് ചോദിക്കുക, നിങ്ങൾ ശരിക്കും നായരല്ലേ? അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ അല്ല, അങ്ങനെ നമ്മ നായരാകുന്നത് ഒരാളാണ്. ഇവിടെ എനിക്കൊന്ന് അംഗീകരിച്ചിട്ട് തന്നെ ഞാൻ കഴിച്ച സുകുമാരൻ നായർ അംഗീകരിക്കും. അപ്പൊ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കണം. എനിക്കതാകണ്ട. അതാകാൻ ശ്രമിച്ചാൽ ഞാൻ എന്തോ അതിന് മുന്നിലേക്കാണ്. എനിക്ക് ജർമ്മനി വാങ്ങണം എന്നല്ല പറയുന്നത്. അപ്പൊ അവിടെയാണ് ഈ രീതിയിൽ ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇതാണ് എന്ന് പറഞ്ഞു വിട്ടു. ഞാനെന്താ പറഞ്ഞു വിട്ടു? സംസാരിക്കുമ്പോൾ റിവേഴ്സ് വന്നുകൊണ്ട് ഞാൻ സംസാരിച്ച വിഷയം വിട്ടുപോയി, ക്ഷമിക്കാം. അപ്പൊ ആരാധനാലയങ്ങൾ എന്തിനാ? അവിടെ നടക്കുന്നതല്ല അവരുടെ ആചാരക്രമങ്ങളാണ്. അപ്പൊ അയ്യങ്കാളി അതുകൊണ്ടാണ് പ്രകാശമായി പറഞ്ഞത്, ഞങ്ങൾക്ക് അമ്പലം വേണം. എന്താണ്? ഞങ്ങൾക്കായിട്ട് പോകാനുള്ള ഞങ്ങളുടെ സൗകര്യത്തിൽ വേണം. അപ്പൊ സാർ CP പറയുകയുണ്ടായി, അയ്യോ അതിനിവിടെ സർക്കാർ നിർവാഹമില്ല, അങ്ങനെ പദ്ധതിയില്ല എന്ന്. കാലം കഴിഞ്ഞ് 2024 ഈ പറയുന്ന പുരോഗമനം പറയുന്ന, വിപ്ലവം പറയുന്ന, നവോത്ഥാനം പറയുന്ന കേരളത്തിൽ ചണ്ടാളബാബ ഇപ്പോഴും എന്റെ ജനതയ്ക്ക് ആരാധനാലയങ്ങൾക്ക് ഭൂമി വേണം, സൗകര്യം. ഞങ്ങൾക്ക് ഞങ്ങളായി കൊണ്ടൊന്ന് തൊഴണം. എന്റെ ദൈവേ എന്ന് നെഞ്ഞത്ത് വിളിച്ച് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ രീതി അതിന് പള്ളിയും പട്ടക്കാരും ഈ മഹാക്ഷേത്രങ്ങളൊന്നും വേണ്ട. കാവ് സംവിധാനം, ഭൂമി വേണം. ചണ്ടാളബാബ മണ്ഡലാകുന്നിൽ വന്നപ്പോൾ ആദ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് വേറൊന്നുമല്ല, ഈ പ്രദേശത്ത് എനിക്ക് കുറച്ച് ഭൂമി തന്നാൽ അവിടെ എനിക്ക് കൃഷി നടത്താമായിരുന്നു. കാരണം കാർഷിക വൃത്തി ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു, അമ്പലം കെട്ടാനല്ല. ആരും തന്നിട്ടില്ല. എൻ്റെ കുടുംബത്തിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, കൃഷി. ഒരു കാലത്ത് അയ്യങ്കാളി സമരം വിജയിച്ചെങ്ങനെയെന്നറിയാം. അവരുടെ കയ്യിൽ കാർഷിക വൃത്തി ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സമരം വിജയിപ്പിക്കാൻ അടിസ്ഥാന വിഭാഗം കഴിയില്ല. എന്താണ്? അവരവരുടെ കുലധർമ്മം നശിപ്പിച്ചു. അമ്പലം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ബ്രാഹ്മണർക്ക് പറ്റും. പല മഹാക്ഷേത്രങ്ങളും പുരോഹിതന്മാരാവില്ല. ഇവിടെ പുലയനും പറയനും പറയും, ബ്രാഹ്മണൻ. നിങ്ങൾക്ക് എന്തുണ്ട് കയ്യിൽ? കുട്ട നെയ്യുന്നവരെ, നിങ്ങളുടെ കയ്യിൽ കുട്ടയുണ്ടോ? കൊട്ട നെയ്യാനറിയുമോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ഓലക്കുട പണിയുന്ന പാണരെ, അത് മാത്രമാണെന്നല്ല സ്വരം, പാണരെ, നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? നന്നായി ഇല മുറിക്കാനെങ്കിലും അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഓരോ സമുദായത്തിന്റെയും കയ്യിൽ എന്തുണ്ട്? പാടത്തെ വിത്ത് വിതച്ച പുലയരെ, നിങ്ങൾ എത്ര പേർക്ക് നന്നായി കന്നുകൂട്ടാൻ അറിയാം? ആ പണി തന്നെ എടുക്കണം എന്നാണ് ചോദിച്ചാൽ, പക്ഷെ തിരിച്ചു ചോദിക്കാം, എന്താ ആ പണിക്കൊരു കുഴപ്പം? കന്നിന് വരും ട്രാക്ടറായി വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഓരോ ബ്ലോഗർമാരെ കാണണം, കൃഷിയിലൂടെ മാത്രമാണ് വ്യൂവേഴ്സ്. ഹലോ ഗൈസ്, നിങ്ങൾ നോക്കൂ എന്ന് പറയുമ്പോൾ വലിയ പടവലങ്ങിയൊക്കെ കാണിച്ചു. ഇത് കാണാനാണ് മില്യൺ കണക്കിന് ആൾക്കാർ. ഇത് കൂടാതെ ഒരു പയ്യൻ, മലപ്പുറത്തൊരു പയ്യൻ, അവൻ കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അവന് യൂട്യൂബിൽ അവന് മില്യൺ കണക്കിന് ഫോളോവേഴ്സാണ്. ആളുടെ റെസ്പെക്റ്റോടുകൂടി അതിനിടയിൽ എഴുതിയിട്ടുണ്ടാവും, നേരാവണ്ണം പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഒരേ ഒരു ബ്ലോഗറാണ്. ചിന്തിക്കൂ, പൂജാ പണിയെടുത്ത് ദ്വയർത്ത് മതപ്രഭാഷണം നടത്തിയിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്. അമ്പലം ഞാൻ പറഞ്ഞത് അത്യാവശ്യമായിട്ടല്ല, അത് ആവശ്യമായി. അത്യാവശ്യം സ്വന്തം കർമ്മത്തിലുള്ള അവരെന്താ പറയുക, അഭിമാനത്തോടു കൂടി, ആ നാട്യപാട്ടിൻ നീരതികളോടുകൂടി വിത്തെറിഞ്ഞ് വിളവെടുത്ത് അന്നത്തിന്റെ വക്താക്കളായിരുന്നെങ്കിൽ ഇന്നിവിടുത്തെ അടിസ്ഥാന വർഗം ഇതുപോലെ നടക്കേണ്ടി വരില്ലായിരുന്നു. എന്ത് ചെയ്തു? ഇവിടുത്തെ വന്ന് വിപ്ലവം പറഞ്ഞവരെന്താ പറഞ്ഞത്? പോരാ, ഈ ഭൂമി തമ്പ്രാന്റെയാണ്, ഈ ഭൂമി തമ്പ്രാന്റെയാണ്, അതുകൊണ്ട് നീ അവകാശം ചോദിക്കണം. നല്ലതാ, അടിമപ്പണി എടുപ്പിക്കണമെന്നല്ല. അവകാശം ഭൂമി കിട്ടിയപ്പോഴോ എത്ര പുലിയർ കൃഷി ചെയ്യുന്നുണ്ട്, എത്ര പുലിയർ. അപ്പൊ എന്താ സംഭവിച്ചത്? അപകർഷതയുണ്ടാക്കി തന്നു. കോരാ, നിന്റെ പേര് തമ്പുരാനിട്ട് നിന്നെ നാണം കെടുത്താനാ, അല്ലെങ്കിൽ കോരന്നല്ലേ പേര് എന്ന് ചോദിച്ചു. കോരന്നല്ലേ പേര്? എന്താ കോരന്റെ പ്രശ്നം? ഇവിടെ കോരനല്ല പ്രശ്നം, നമ്മൾ മനസ്സിലാക്കിയ പ്രശ്നം. ഘോരൻ എന്നുള്ളതിന് സംസ്കൃത വാക്കാണെങ്കിൽ, നമ്മൾ നേരത്തെ സജീവൻ സ്വാമി പറഞ്ഞു, നമ്മൾ ദ്രാവിഡനാണ്. ഇവിടെ ഘോരനില്ല, ഇവിടെ കോരനേ ഉള്ളൂ. ആ ഗോരഖ്നാഥ്, നമ്മുടെ ആ യോഗ്യാനന്ദ ഗുരുപരമ്പര ഗോരഖ്നാഥ്, നമ്മളെ ഭാഷ പറഞ്ഞാൽ ഗോരഖ്നാഥ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ കോരന് പ്രശ്നമില്ല. ചക്കിക്ക് പ്രശ്നമുണ്ടോ? സഖി എന്ന് കൂട്ടുകാരി എന്ന് വിളിക്കുന്ന സംസ്കൃത വാക്ക് ദ്രാവിഡ ദേശത്തേക്ക് അത് പറയുകയാണെങ്കിൽ അതന്നെയാണ് നടത്തുന്നില്ല, ചക്കി എന്നാ പറയാ. സകാരമില്ല, ചകാരേ ഉള്ളൂ. ഖകാരമില്ല, ഖകാരമേ ഉള്ളൂ. ഇവിടെ എവിടെയാണ് പ്രശ്നം? ഒരു ആഫ്രിക്കക്കാരന്റെ പേര്, ഈ പറഞ്ഞ അമേരിക്കക്കാരന്റെ പേര് വ്യത്യാസം ഉണ്ടാവില്ലേ? ചൈനക്കാരന്റെ പേര് വ്യത്യാസമില്ലേ? അറബിയുടെ പേര് വ്യത്യാസമില്ലേ? അറബിയിൽ നോക്കിയിട്ട് പറയും, നിങ്ങളെ പേര് എന്ത് പേരാണ്? മോശം പേരാണല്ലേ, വൃത്തിയിട്ട പേര്. അപ്പൊ അറബി മാറ്റി അങ്ങനെ ഉണ്ടാവും.
ചിങ് ചുങ് ചിങ് എന്നൊരു പേരിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? ഇവിടെയാണ് സ്വത്വം നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരാൾ പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടല്ല, നമുക്കതിൻ്റെ അന്തസത്ത അറിയുന്നില്ല. ഇവിടെ പാണ്ഡിത്യം കൊണ്ട് കുന്തിക്കുമ്പോൾ, പൂന്താനം പറഞ്ഞ പോലെ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു പോകുമ്പോൾ അവരും കുന്തിക്കുമ്പോൾ അവർ പറയും, ഞാൻ നിരന്തര സന്യാസികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ശരത്ജിയൊക്കെ അധികം ഫോളോ ചെയ്യുന്ന ഈ ടെക്സ്റ്റാണ് അധികം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആളുകളൊക്കെ. ടെക്സ്റ്റ് എന്ത് ടെക്സ്റ്റാണ്? ഞാൻ എഴുതിയ പുസ്തകം അത് മാറ്റില്ല. എന്നാൽ അത് മാത്രമല്ല എന്നുണ്ടെങ്കിൽ അതിനെ കേൾക്കാനാണ് സദസ്സുകൾ ഒരുങ്ങേണ്ടത്. ഹിന്ദു സമാജത്തിൽ പ്രത്യേകിച്ച് ഇതുവരെ സദസ്സുകൾ ഉണ്ടായിട്ടില്ല. ഒരു ഭഗവത്ഗീത വെക്കും, അത് തലയും മെലഞ്ഞ് വ്യാഖ്യാനം ചെയ്തു. എവിടെ മലയാളത്തിൽ പരിഭാഷ വായിക്കേണ്ട, അത് വായിച്ചിട്ടോ ശരി കണ്ടെത്തട്ടേന്ന്. ഭാഗവതം മലയാളത്തിൽ വെക്കും, അവൻ വായിച്ചിട്ടോ, അല്ലെങ്കിൽ ഇന്നും ഓപ്പിരിയാന്റെ പ്രഭാഷണം യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, അത് കേട്ട് അവൻ സ്വയം അന്വേഷിക്കട്ടെ. നമ്മൾ ഇവിടെ നടക്കുന്ന കുറച്ചുകൂടെ ഒക്കെ ഉണ്ടല്ലോ, ഇത്രമേട്ട് നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതൊന്നും എവിടെയും കിട്ടില്ല. ഇതൊന്നും കേൾക്കാൻ ഹിന്ദു ഇതുവരെ തയ്യാറായിട്ടില്ല. മനുഷ്യന് തയ്യാറായിട്ടില്ല. ഹിന്ദുവിന്റെ കാര്യം മനുഷ്യന് തയ്യാറായിട്ടില്ല. ഇതെന്ത് തയ്യാറാവാത്തെ? ഇത് കേട്ടാലേ അല്ലേ ഉള്ളൂ ഇവിടുത്തെ ആളുകള് ഇവിടെ വഴി നടക്കാൻ പറ്റാത്തവനാണോ, വഴി നടത്താത്തവർക്കായിരുന്നോ ബുദ്ധിയില്ലാതെ തിരിച്ചറിയാം. നമ്മൾ പറയും ക്ഷേത്രപ്രവേശനം വിലക്കിയവർക്കാണ്. ക്ഷേത്രപ്രവേശനം അല്ല വഴി നടക്കൽ, വഴി നടക്കൽ വിലക്കിയവരാണ് സത്യത്തിൽ അറിവില്ലാത്തവർ. ഇവിടെ പറയണ്ട, മൊലയിലും പറയുന്നൊക്കെ വഴി നടത്തിയത്. അപ്പൊ എന്താണ്? തമ്പരാൻ വഴി നടത്തി. ഇവരൊരു ആശ്വാസം, ജഗതിമുള്ള ആശ്വാസം. ഇതാണ് ആ മെയിൻ. ഈ ആശ്വാസം മറ്റൊരു വിധേയത്വമായി. സത്യത്തിൽ ഇവിടെ പഠിപ്പിക്കേണ്ടത് എന്താ? ഈ വഴി നടത്താത്ത ആളുകളെ നമ്മൾ മനം മാറ്റം വരുത്തും, അവർക്ക് മനുഷ്യത്വം ഉണ്ടായിക്കൊടുക്കും. ഇതൊന്ന് പത്തോട്ടം പറയും, ഇത് പറയില്ല. എന്താണ്? മറ്റൊരു അപകർഷത ഇല്ല, മാറിക്കും. ഞാൻ അതുകൊണ്ട് നിരന്തരം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മഴ വരുന്ന കേരളം ഉണ്ടായി പറയരുത്. ഈ മണ്ണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവിടെ നടക്കുന്ന കുട്ടികളിനോട് ചോദിക്കും, ഈ മഴ എറിഞ്ഞിട്ട് ഈ എന്താ പറയുക ഭൂമി ഉണ്ടാക്കുന്ന പരിപാടി പറഞ്ഞു. പിന്നെ സംഭവം അസത്യം എന്നല്ല കഥ പറയും. പണ്ട് സീതിയാജിന്റെ കഥ പറഞ്ഞ നേരത്തുണ്ടല്ലോ, അയാൾ മലം കവർന്ന് കെട്ടി ഫാൻ വെച്ചിട്ടേ അയാൾ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഫാൻ ഇട്ടത് തെറിക്കൂത്തരൻ. അപ്പൊ അവിടുത്തെ ഈ ഭൂമിയുടെ ആൾ നടന്നു വന്നിട്ട് ഈ പറഞ്ഞ സീതിയാജിയെ പറഞ്ഞില്ല, ചങ്ങാതിയോട് വലിയ വിവാദമല്ല. അപ്പൊ ആ ചങ്ങാതി അവിടെ അറ്റൻഡർ വരുമ്പോൾ ചോദിക്കൂത്തരൻ, അല്ല താനൊരു 50 രൂപ തരാം, താൻ ഇതൊന്ന് വൃത്തിയാക്കി തരുമോ ചോദിക്കും. ഈ ഫാനൊക്കെ തെറിച്ചു പോയില്ലേ, ഇത് രക്ഷപ്പെടണല്ലോ. അപ്പൊ എടുത്ത വഴിക്ക് അറ്റൻഡർ അങ്ങോട്ട് ഒരു 100 രൂപ എടുത്തേ, ഞാൻ 100 തരാം, നിങ്ങൾ എങ്ങനെയാണ് ഈ പാറിക്കുന്ന പരിപാടി എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞ പോലെയാണ് നമ്മളുടെ അവസ്ഥ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ. നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യണം. ഇവിടെയാണ് ഓരോ കാര്യങ്ങളും കേൾക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഇന്നലകളിൽ നമ്മുടെ ധർമ്മം ശ്രൗതമായിരുന്നു. എന്തുകൊണ്ടാണ് പുസ്തകം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അക്ഷരം പോഷകമൊന്നുമല്ല, പുസ്തകം എഴുതുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമാക്കി കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ പുസ്തകത്തിന്റെ ഗുരുക്കന്മാരും, ഞാൻ വലിയ ഗുരുവായി പറയുന്നില്ല, ഞാനൊക്കെ ലോക്കലാണ്, പുസ്തകത്തിന്റെ ഗുരുക്കന്മാരും യൂട്യൂബ് ഗുരുക്കന്മാരും ഓരോ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് വിഷമം വരാറില്ല. ഈ മലബാർ സമ്പ്രദായത്തിലൊക്കെ പറയുമ്പോൾ എല്ലാവരും അല്ല, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മറിക്കാണ്. ആ പറഞ്ഞു വിടുമ്പോൾ അതാണ് ഈ മണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇവനൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുന്നത്? കേരളത്തിലുള്ള ഒരു ആചാര്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചാത്തനെ കുറിച്ചിട്ട് സംശയം വെച്ച ആള്, അയാളൊക്കെ ചാത്തനെ കുറിച്ച് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ജനങ്ങളെ എന്തിനു ഭയപ്പെടുത്തണം? എനിക്ക് നിങ്ങളോട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയും, നിങ്ങൾ പുറത്തിറങ്ങി പറയും, ദൈവം ഭയമല്ല, ദൈവം സ്നേഹമാണ്. കുട്ടിച്ചാത്തനും സ്നേഹമാണ്. ഒടിക്കുട്ടി അടുത്ത് തറവാട്ട് പോയപ്പോൾ അവര് ദൈവങ്ങളെ പരിചയപ്പെടുത്താം. ഒരു മൂന്നിലെത്തി എന്നോട് അറിയാം, ഒടിക്കുട്ടി ഒടിമൂർത്തിനെ വെച്ചിട്ട് അതിനൊന്നും പറയാൻ ഇവന് പേടിയോ മടിയോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ഇത് ഒടിമൂർത്തിയല്ലേ? ഉറക്കെ ഒരു കാരണം ഒടിമൂർത്തി എന്ന് പറഞ്ഞ ചെങ്ങൈമാരെ ആ മാർഷൽ ആർട്സിന്റെ ദൈവമാണ്, ആയോധനകളുടെ ദൈവം. വടി പിടിച്ചോടിച്ചാൽ ആണടി എന്ന് പറഞ്ഞത് അതുണ്ടായിരിക്കും. അപ്പുറം നിരന്തരം പറയാറുണ്ടല്ലോ, ഈ കുൻഫുൻ ഒക്കെ ഇവിടെ നിന്നുണ്ടായതാ. ഇവിടെ കളരി പണ്ടേക്ക് കൊണ്ടേ പ്രേംനസീറിന്റെ പടത്തില് പ്രേംനസീർ പറയുമ്പോ എന്താ പറയാ? എന്റെ ജഗ്ലി ഭഗവാനെന്നാണ് പറയാ? അല്ല, എന്റെ അംഗക്കൈനാഗങ്ങളെ എന്നൊക്കെ പറയും. ഈ അംഗക്കൈനാഗങ്ങളൊക്കെ എവിടെ നിന്നുണ്ടായതാണ്? പ്രേംനസീറിന്റെ റൈറ്റർ എഴുതിയുണ്ടാക്കിയത്. എന്റെ കാവിലമ്മയുടെ അമ്മാവ എന്റെ അല്ലേ, എന്റെ അംഗക്കൈനാഗങ്ങൾ, ഇതങ്ങനെ പറയാം. അതായത് ഇവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായം. അവിടെ 91 കരിക്കളും 36 കരിക്കളും എന്നൊക്കെ മലബാർ സമ്പത്ത് പറഞ്ഞിട്ട് പറയും. എന്താ 36 കരു എന്നുള്ളതൊക്കെ? 36 എന്താണെന്ന്, 96 എന്താണെന്ന്, 108 എന്താണെന്നൊക്കെ, ഇവിടെ 21 എന്താണെന്നൊക്കെ ഇവിടെ കൂടിയ ആധ്യാത്മിക സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാവും.
ഇതുമായി ബന്ധപ്പെട്ടൊരു ദൈവം ഉണ്ടാവും. ആ ദൈവായോധനകളൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ദൈവമാണ് ഒടിമൂർത്തി. പക്ഷെ എന്തായി നമ്മ കൊടിയെന്ന് പറഞ്ഞാൽ നേരെ ഒരു പൊലയേന്റെയും പറയേന്റെയും പാടേന്റെയും നെഞ്ചത്തിക്കിടുന്ന എന്താണ് ഓരൊക്കെ മുടി പറഞ്ഞേ. ഞാൻ ചോദിക്കാറുണ്ട് ബാലകൃഷ്ണ സ്വാമി, അദ്ദേഹം തിരുവരകനാണ്, പാഠസമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട്, ഇത്രയും ഒടിമറിയാൻ അക്കുപ്പിന് ഗതിയില്ലാണ്ട് നടക്കണേന്ന്. എത്രയും കഴിവുള്ളവരാണ് ഇവരല്ലേ ഓഡീഷനാണ്, നമ്പൂരിക്ക് കഴിവുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എവിടെയാ തള്ളി കൊടുക്കുന്നത്? ഇവർക്കുണ്ടായിരുന്ന കഴിവ് നല്ല വൈദ്യം ചെയ്ത് നല്ല ഉൾച്ചിരിപ്പില്ല അറിയായിരുന്നു. അപ്പൊ അവിടെയാണ് ഇതൊക്കെ ചില അപകർഷതയെ ഉണ്ടാക്കി കൊടുക്കുക. ഈ അപകർഷം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്ക് പിന്നുണ്ടാക്കിയ എന്താ? ഞാൻ പറഞ്ഞു, വിപ്ലവം ചെയ്തു വരുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞെന്താണ് ഇത് തെറ്റാന്ന് പറഞ്ഞു. ഈ ഗ്യാപ്പിലേക്കാണ് അടുത്ത ആൾക്കാർ കണ്ടോ നിന്റെ ധർമ്മം ഈ വിപ്ലവക്കാരെ നശിപ്പിച്ചു. അപ്പൊ നിങ്ങളെ ഇങ്ങനെ തന്നെ ആക്കിയതാരാ? ഈ വിപ്ലവക്കാരാ. അപ്പോൾ ഇത് ശരിയാ. ഞങ്ങളെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ഇവരുടെ പുസ്തകക്കാരാവുന്നത് ഞങ്ങൾ ഇവരെ തന്നെ ജീവിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ അടിമകളാ. ഞങ്ങൾ ആക്കിയതാരാ? അപ്പൊ രക്ഷാരാണ് അപ്പുറത്തെ വേറെ ടീം വരും. ഞങ്ങളാണ് ഹിന്ദുത്വത്തിന്റെ മെയിൻ ആളുകൾ. നിങ്ങളെ മറ്റൊരു അടിമയാ, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ആവും. അവരെടുത്ത് അടുത്ത സാധനം വയ്ക്കും. എന്താ അടുത്ത സാധനം? അഗ്നി മിംഗയ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഓംബർ ഭുവസ്വഹ സ്വതോർവരേണ്യം ഭൂണോലിട്. കുലാചാരം ഒഴിവാക്കി. കുലാചാരം നീ വെറുതെ പറയില്ല. എൻ്റെ അനുഭവമില്ലാത്ത സത്യത്തിലുള്ള അനുഭവമില്ലാത്ത കാര്യം ഞാൻ പറയില്ല. പൂണോലിട്ട് ഇനി അടുത്ത് കുലാചാരം ഒഴിവാക്കാനാ പറയും. അങ്ങനെ ഇരിക്കും ബദല് വെച്ചു കൊടുക്കണം. എന്താ നേരത്തെ ചെയ്യുന്നതിന് വിപരീതം. എന്നിട്ട് ഇപ്പം കച്ചു പിടിക്കണുണ്ടോ? ഇല്ല. പിറ്റേ ദിവസം നടക്കുകയാണ് ഞങ്ങൾ ഗർഭബ്രാഹ്മണനായി ഞങ്ങൾ അമ്പലത്തിൽ കേട്ടിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ അസുഖത്തിനല്ല മരുന്ന് കൊടുക്കുന്നത്, അസുഖത്തിനാണ് മരുന്ന് കൊടുക്കേണ്ടത്. ഈ പണ്ട് നമ്മുടെ ഈ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മരുന്ന് എന്താ? എല്ലാവർക്കും പാരസെറ്റമോൾ ഒരു കുപ്പി ഉണ്ടാവും, തൈ പോലെ വെച്ചിട്ടുണ്ടാവും. പനിയാ ചുമയാ പറ്റണ്ടോ എനിക്കറിയില്ല, എൻ്റെ മേഖല. പക്ഷെ എല്ലാവർക്കും പാരസെറ്റമോൾ പറഞ്ഞാൽ ഇവിടെ ആര് ചെന്നാലും ജ്യോത്സ്യന്മാരായാലും ശരി, നമ്മുടെ ഹിന്ദുത്വത്തിന്റെ സ്വാമിമാരായാലും ശരി, ഒരേ ഒരു വഴിയെന്നാണ് നമ്മൾ നേരെ ഗായത്രി ജപിക്കണം. ഇന്നലത്തെ ഒരു വ്യക്തി സ്ത്രീകളെ കുറ്റം പറയാൻ പാടില്ലാത്ത സമ്പ്രദായം. എന്നാലും പറയാൻ ഒരു ആചാരസ്ഥാനത്ത് കൊണ്ട് സ്ത്രീ പറയുകയാണ്, സ്ത്രീകൾ ഗായത്രി ജപിക്കാൻ പാടില്ല, അതിന്റെ എനർജി ലെവൽ വളരെ വലുതാണ്. എനർജി ലെവൽ വളരെ വലുത്. അങ്ങനെ ഒരു എന്നാ പിന്നെ ആധാരം ജപിച്ചിട്ട് നിങ്ങൾക്ക് ചെങ്ങായി ചന്ദ്രനിക്ക് വരും. അതിന് എനർജി ഇല്ല എന്നല്ല പറയുന്നേ. ഇതെന്തിന് നമ്മൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ ജപിക്കുന്ന ഒരു ഭയം. എല്ലാവരും ജപിക്കണമെന്നില്ല, പക്ഷെ സ്ത്രീകൾക്ക് ജപിക്കാൻ പറ്റില്ല. അതായി പേരിന്റെ മാറ്റത്തിന് അയ്യരൊക്കെ ഉണ്ട്. എനിക്ക് പേര് പൂർണ്ണമായിട്ട് അറിയില്ല. ശബരിമലയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആർത്തവം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ എനർജി ലെവലിൽ മാറ്റം വരും. നമ്മൾ എന്ത് ആർത്തവത്തിന് എനർജി ലെവലിൽ മാറ്റം വന്ന് എന്താ ഈ തുളസിയുടെ കാര്യങ്ങൾ കൂടിക്കൊണ്ട് എപ്പോഴാണ് ഞാൻ കേൾക്കണ്ടായി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ വാഴയുടെ ആശ്രമത്തിന് മുമ്പിലെ വാഴക്കൊക്കെ കണ്ടില്ലേ? അതൊന്നും അങ്ങനെ നിൽക്കുകയോ ചെയ്യില്ല. കാരണം അമ്പാജി അതിന്റെ തോട്ടിലല്ലേ പോയിട്ട് വെള്ളം ഒഴിക്കണേ. നിത്യയുടെ കല്യാണം കൊണ്ടിട്ട് സൗകര്യമില്ലല്ലോ, അവിടെ ഒഴിക്കുക. വാഴ കായ്ക്കുകയോ ചെയ്യില്ല, അവിടെ എന്തോരം കുറച്ചു പറയാം. ഇത് മണ്ഡലത്തോട് സംഭവിക്കുന്നുണ്ടാ സനാതനികളുടെ ആശയക്കുഴപ്പത്തിലാവാം. ഈ സ്വന്തം മുസ്ലിങ്ങളെയും പന്നി പലർക്കൊണ്ട് ആക്ഷേപിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം പറയാറുണ്ട്, ഹിന്ദുക്കളുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടാ ഇവരിതൊക്കെ അപകർഷതയാക്കി മാറ്റാണ്. ഇന്നലകളിൽ നമ്മൾ ശ്രേഷ്ഠമായി കഴിക്കുന്ന കാമശാസ്ത്രം ഇന്നെങ്ങനെയാ? എൻ്റെ വീഡിയോ പലരും കാണുമ്പോൾ എനിക്ക് കേരളത്തിൽ സംസാരിക്കാൻ പ്രശ്നമില്ല. എൻ്റെ സബ്ജക്റ്റ് മലബാരം മാത്രമല്ല, ആത്മീയതയും ലൈംഗികതയും എൻ്റെ പ്രധാന സബ്ജക്റ്റ്. യോനിതന്ത്രം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ മാത്രമാണ്. ഈ സന്ദീപാനന്ദൻ ആര്യസ്വാമി ഡയറക്ടറിനോട് അയച്ചു കൊടുക്കും. അയാളൊരു ചാനലിൽ നിന്നിട്ട് ഞാനൊരു പണ്ടാലും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഹിന്ദിയിലുണ്ടല്ലോ എന്നൊക്കെ ചാനലിൽ പറയും. മലയാളത്തിൽ എനിക്ക് ഞാൻ അയച്ചു കൊടുക്കും. വെരി കൂടുതൽ ഞാൻ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയില്ല. മലയാളത്തിൽ നിന്നല്ലോ അയാളോടൊപ്പം പേഴ്സണലായിട്ട് പറഞ്ഞത് നിങ്ങളെപ്പോലെ ഉയർന്നു വരുന്നത്. പിന്നെ ഉയർത്തൊന്നും വേണ്ട, ഉയരേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ അതൊക്കെ ആത്മാർത്ഥാണ്. എന്താ പറയാ, ഇതിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഇന്നാളെയായിട്ടുണ്ടല്ലോ എന്ന് പറയാനോ? അറിയാണ്ടല്ല. അപ്പൊ എന്റെ സബ്ജക്ട് പക്ഷെ എന്താ കേരളത്തിൽ പറയാൻ ബുദ്ധിമുട്ട്? ലൈംഗികത പറഞ്ഞാൽ എനിക്കെന്തോ കാരണമാണ്. എനിക്ക് കാരണമുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യം. ഞാൻ പറയുന്നത് വള്ളം കഞ്ചാവും പോലത്തെ ഒരു വിഷയം. ഞാൻ എന്ത് ചെയ്താലും എന്നെ ആരും ആക്ഷേപിക്കില്ല. എൻ്റെ ഈ മലബാറിന് മാറ്റി വെച്ച എൻ്റെ സമ്പ്രദായം എല്ലാവരും പറയും വാമാചാരം, നാദസമ്പ്രദായം. അതിൽ പറയാൻ പറ്റും പഞ്ചമകാരങ്ങളിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ധാർമ്മികമായിരിക്കണം മാത്രമല്ല, പറ്റിക്കാൻ പാടില്ല. അപ്പോൾ ആ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ഈ പറഞ്ഞ ആധ്യാത്മിക വൈകല്യവും മറ്റുള്ളതൊക്കെ സംഭവിക്കുന്നത്. ചിലത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കേണ്ട സന്താനോത്പാദനത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നല്ല ബീജമായിരുന്നെങ്കിൽ നല്ല സന്താനമായിരിക്കും, നല്ല
എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായി. ഇതിന്റെ പരിണത ഫലമായി കാണുന്നേ. അവിടെ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെയല്ല, അവർ ഒന്നാണെങ്കിലും ശരി എന്റെ പടച്ചോനെ ഇത് അവർക്കുണ്ട്. ഇസ്ലാമിക് സെക്ടറിന്റെ സബ്ജക്ട് തന്നെ ഉണ്ട്. ബിസ്മി ചൊല്ലാണ്ട് പൂർണ്ണത വരുത്താൻ പാടില്ല. നമ്മളത് പറഞ്ഞിട്ട് പറയാ ഓം നമഃ ശിവായ പറഞ്ഞത് ഓം നമഃ ശിവായേ. അപ്പോഴോ ആ ശരീരത്തിൽ ദൈവം ഉണ്ടാവും. പക്ഷെ അവന് ജഡബോധമല്ലേ. ഇതിന്റെ മാറ്റം വരുന്നത് എങ്ങനെയാ? നമ്മൾ ഈ ഭാഗം വേണ്ടതല്ല. ഓരോരോ സ്റ്റേജിൽ അവന്റെ രീതിയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാവും. ഈ വൈകൃതങ്ങൾ മാറണം. വൈകൃതം മാറണമെങ്കിൽ അവന്റെ ടേസ്റ്റ് അനുസരിച്ച് കാര്യം കൊടുക്കും. എനിക്ക് ഞാൻ കുറെ സംസ്കൃതം കൂടെ ചൊല്ലി. കൃഷ്ണ കൃഷ്ണയുടെ ശാന്തി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഞാൻ കുറെ സംസ്കൃതം പറഞ്ഞതിന്റെ പാണ്ഡിത്യം കാണിക്കാമെന്ന്. അതിന് പകരം നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ പച്ച മലയാളത്തിൽ കാര്യം. അപ്പം ആർത്തവമുണ്ടെങ്കിൽ ഇന്ന എനർജി മറ്റെനർജി എന്ന് പറയല്ല വേണ്ടത്. ആർത്തവ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യാ? നന്നായി മന്ത്രം ജപിച്ചോളൂ. വിളക്ക് വെക്കണം, പ്രാർത്ഥിക്കണം. അമ്പലത്തിൽ പോകണ്ട. അമ്പലത്തിൽ പോകണം. എന്തുകൊണ്ടാ? അമ്പലത്തിൽ ഒന്നും ഉണ്ടായിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വതവേ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സ്വതവേ ഉണ്ടെന്നല്ല. ആ സമയത്ത് എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണ ചായ കുടിച്ചോ ചോദിക്കാറില്ല. ചർച്ചിൻ്റെയൊക്കെ എൻ്റെ ഇഷ്ടമൂർത്തി ഗുരുവായൂരപ്പനോട് പോയിട്ട് ചർച്ച ചോദിക്കണ്ടാവും. വേറെ കാഴ്ച വെച്ച് നിങ്ങൾക്കിപ്പോൾ 10 പൂജ കഴിഞ്ഞു. അത് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, കളപ്പച്ചാപ്പിനെ കണ്ടാൽ അറിയാമോ? ഉഷപൂജ കഴിഞ്ഞോ? ഇതൊക്കെ ആരാ ചോദിക്കാം? ആരും ചോദിക്കില്ല. അപ്പൊ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ ഇവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ഇൻഫെക്ഷനും മറ്റും ഉണ്ടാവും. പിന്നെ അവിടെ നിരക്കുന്നതൊക്കെ പാടെ അതൊരു ആരെടുത്ത് അവനാന്റെ വിലയിൽ ഇരുന്നാൽ നിസ്സാരാക്കിയ വിഷയം കൊടുക്കുന്നു. അവനാന്റെ വിലയിൽ ഇരുന്നാൽ പോലെ ഇത് പറയുമ്പോ അവൾക്കൊന്നും നമ്മളെന്താ പറയാ? ഈ അമ്പലത്തിൽ കയറിയാലോ അപ്പൊ എന്താ ബിന്ദു മണിയോ ഞാൻ പോയേ പറ്റുള്ളൂ. എന്താണ് ഞാൻ പോയ ഒരു നടക്കില്ല. ബിന്ദു മണി സംഭവിച്ചോ? ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇമാരി വർത്താനം പറയരുത്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ചെയ്താലെന്താ? ഈ മണ്ഡം പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ പോത്തർച്ചയുടെ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താ? ഒരു കുഴപ്പമില്ലേ? നമുക്ക് എന്താ? നമ്മൾ ഈ ചിന്തയിൽ പോകുമ്പോ പിന്നെയും നമ്മള് പട്ടിയുടെ കാട്ടാണെങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് പട്ടിക്കാട്ടാം. അത്ര മാത്രം വ്യത്യാസം. നമുക്ക് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആധ്യാത്മികമായ കാര്യം. ഇപ്പൊ ഞാൻ കൊടുത്ത പോപ്പുലർ സിനിമയിലെ ജഗ്ഗിനൊക്കെ പറയാൻ കാരണം ഈ ജനങ്ങളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ നിരന്തരം ഒരു ഇത് ബോറാണ് യാത്രയാണ്. എനിക്കറിയാം നമ്മുടെ എന്താ പറയുക പൈപ്പിൽ നിന്ന് മലപ്പത്തിൽ നിന്ന് നമ്മുടെ ഒരു സാധനം അദ്ദേഹത്തോട് ഒരു പക്വത വരുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മനസ്സിലാവുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പക്വത ഇല്ലായിട്ടല്ല, ഞാൻ സംസാരിക്കുന്ന ആൾക്ക് പക്വതയില്ലാത്തിൽ ഞാൻ അങ്ങനെയല്ലേ സംസാരിക്കണ്ടേ? അല്ലാതെ ഞാൻ പക്വതയിട്ട് വളരെ ശക്തവും വ്യക്തവുമായി പറയുകയാണെങ്കിൽ കൃഷ്ണൻ അർജുനനോട് കാര്യമില്ല. അങ്ങനെ നല്ല പക്വത അതല്ല. ഞാൻ എന്തിനു വന്നു എന്ന ബോധ്യം എനിക്കുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ഈ സലീംകുമാറിന്റെ സിനിമയിൽ, സ്കൂളിന്റെ സിനിമയിൽ ഒരു കുട്ടി ചന്തക്കുട്ടി, ആ ചന്തക്കുട്ടി ഇങ്ങനെ ചന്തത്തരം കാണിച്ചപ്പോ പൃഥ്വിരാജ് അയാൾ അടിക്കും. അപ്പൊ സലീംകുമാർ കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ മാഷേ നിങ്ങൾ നല്ല കുട്ടികളെ നന്നാക്കാമെന്നാണോ അതോ മോശമായി കുടിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാണോ? ഇത് പറഞ്ഞ പോലെ ഞാൻ മോശം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഈ ഖുറാന്റെ വാക്കെടുത്തുള്ള ഒരു താക്കീതുകാരി പോലെ നടന്നു പോകാത്ത ഒരു ജനതയും നാളെ ഉണ്ടായിട്ടില്ല. ഞാൻ വന്നിരിക്കുന്നത് നൂറ്റാണ്ടുകൾ അടിമത്തം കയറിയ ഒരു ജനതയിലേക്കാണ്. ആ ബോധ്യം നിൽക്കും. അവരോട് സംസാരിക്കുന്നത് അവരുടെ രീതിക്കാണ്, അവരുടെ ഇടപെടേണ്ടത് അവരുടെ രീതിക്കാണ്. നാളെ ഭഗവത്ഗീത പഠിക്കുകയെന്ന് ഞാൻ പറയില്ല. ആശ്രമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ ഭഗവത്ഗീത പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. പക്ഷേ ഭഗവത്ഗീത സന്ദേശം നിങ്ങൾ അറിയണം. എന്താ സന്ദേശം? സന്ദേശം പറയുന്നത് ആകെ പറയുന്നത് എന്താ? അജാതം മയാദൃഷ്ടം എല്ലാം പറയുന്നത് നാലേ പൂജാരിയാവാൻ പറ്റുള്ളൂ. ആ പ്രമാണം ആകെ ഉപയോഗിക്കണമെന്തിനാ? കർമ്മപരാമണി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ സാധു പറഞ്ഞ മയാദൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അതുകൊണ്ട് ഞാൻ സാധു പറഞ്ഞു, ഞാൻ ബ്രാഹ്മണ ഗുണകർമ്മ കർമ്മത്തില. അത് ഞാൻ കർമ്മത്തിൽ ബ്രാഹ്മണനായി. എന്ത് കർമ്മത്തിൽ? ഗുണോദ്ധാരണ കർമ്മത്തിൽ ഞാൻ ബ്രാഹ്മണനായി. അല്ലാണ്ടൊന്നുമായിട്ടില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ വ്യവസ്ഥ നമ്മള് സൈന്റിഫിക്കായിട്ടിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതാവാൻ ഗുണോനെ കൊണ്ടോ നമ്പൂരിക്കൊന്നും ആവില്ല. അത് ഉയർന്ന തലമാണ്. അപ്പൊ അവിടെ എന്താണ്? അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു എവിടെയാണ് നമ്മുടെ പിഴവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ നിയോഗിക്കപ്പെട്ട ആളുകളോട് അവരുടെ രീതിക്ക് സംസാരിക്കാൻ അത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ വഴി തെറ്റാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതിലെന്നെ ഇപ്പോൾ ഒന്നും പറയില്ല. ഗുരുദേവന്റെ ആശയങ്ങളാണ് ഞാൻ നിർദ്ദേശിച്ചത്. കാരണം ഞാൻ പഠിക്കാൻ പോയത് അപ്പം നോക്കുന്നില്ല. ഗുരുദേവനെ പറ്റി വെച്ചാൽ ആദ്യം പറ്റിയിട്ടുണ്ടായിരിക്കാം, എനിക്കും പറ്റിയിട്ടുണ്ട്. ആദ്യം എല്ലാവർക്കും പറ്റും. അപ്പൊ പറഞ്ഞു മാടന്മാർ
തെറ്റുള്ളതൊന്നും ഇവിടെ പാടില്ല. തെറ്റുള്ളത് പാടില്ല. ശരികളെ വാഴും, തെറ്റുകളില്ല. എന്തായാലും തെറ്റ് അതിനെ അറിയാത്തതായിരുന്നു തെറ്റ്. മോഹൻലാൽ പറഞ്ഞ പോലെ ദുബായ് കണ്ടിട്ടില്ലെങ്കിൽ ദുബായ് ഇല്ലേ? ദുബായ് നമ്മൾ കണ്ടിട്ടില്ല. ഇത് പറഞ്ഞ മാടനം പറഞ്ഞൊക്കെയല്ല തെറ്റ്. പക്ഷെ എന്ത് ചെയ്യണം? ഇന്നും എന്റെ ഈ പറഞ്ഞ ഞാൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ ആരാധനയെ ധ്വംസിക്കാൻ വേണ്ടി ഒരു വാക്ക് നാരായണത്തിന് വേണ്ടിയാണ്. എനിക്ക് നാരായണനോടുള്ള ഭക്തിയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പുറത്തെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ താമസിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഗുരുദേവൻ ചെയ്തു വെച്ച തെറ്റുകൾ എണ്ണ പിടിക്കുകയാണെങ്കിൽ ഒരു മഹാപാപമാണ്. ഈഴവൻ ക്ഷേത്രം കെട്ടിക്കൊണ്ട് എന്താ ഉണ്ടായി? ഇന്ന് ഈഴവന്റെ ഒരു മഹാക്ഷേത്രത്തിൽ ചണ്ടാളനെ മേൽശാന്തിയാക്കുന്നു. മഹാക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം എന്നെ കൊണ്ട് പുഷ്പാർച്ചന ഇതല്ലേ ഗുരുവായൂർ? ഒരു ജാതി, ഒരു മതം, ഒരു നിയമം, മനുഷ്യനെ മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി എന്നൊക്കെ പറഞ്ഞ് അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. ആ ചണ്ടാള ബാബയെ എന്റെ ഏതെങ്കിലും ഒരു ശിഷ്യരേക്കും ഒരു ദിവസത്തെ പൂജ നടത്തിക്കോ SNDPയോ ഈ പറയുന്ന ചോദിക്കുന്നു. അതിന് കഴിഞ്ഞില്ല. അതെന്റെ മനസ്സിൽ എപ്പോഴും. അതുകൊണ്ടാണ് ഈയിടെ അവിടെ ഒരു സന്തോഷിന്റെ കൂടെ ഒരു സ്ത്രീ വന്നപ്പോ അവർക്ക് ആർക്കും ഭയങ്കര ഭയപ്പെട്ട സമയം. ഞാൻ ശ്രീലങ്കത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വലിയ ശ്രീലങ്കൊന്നുമില്ല. അമ്പലം തുറന്ന് രാത്രി കയറ്റി ഇവിടെ വിപ്ലവത്തിന് പത്രപരസ്യം വേണമെന്നില്ല. സന്തോഷത്തിൽ ഇറങ്ങിപ്പോയെന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ എവിടെ ഉണ്ട് തോന്നുന്നു. അപ്പൊ അതെന്ത് ആർക്കും സമയത്ത് പുറത്ത് വിപ്ലവം കാണിക്കാൻ പോയില്ല. ക്ഷേത്രം വെച്ചിട്ടുണ്ട്. അവിടെ എന്റെ ഭാര്യ നിരന്തരം കുഴിച്ചിരുന്നു. ഞാൻ എന്റെ സംശയം പൊളിഞ്ഞു പോവോ? സംശയത്തിന് എന്റെ സംശയമല്ല, എനിക്കിത് തെളിയിക്കും. മാംസഭക്ഷണം കഴിച്ച് ഞാൻ ശ്രീലങ്ങളിൽ പൂജിച്ചിട്ടുണ്ട്. അവരെ വിഷമിപ്പിക്കാൻ പറയല്ല. എനിക്ക് അവിടുത്തെ അഭിവൃദ്ധി മാത്രം, ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭക്ഷണമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളല്ല ആത്മീയത മാനദണ്ഡം. തീർത്തി കൂടിയല്ല ആത്മീയത. ഇതെന്തിനാ? ഇത് ഞാൻ അപ്പൊ ഞാൻ പറയാം, കോഴിയച്ചന്മാരൊക്കെ ശ്രേഷ്ഠന്മാരെന്തെങ്കിലും ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം സദസ്സിന് അവസാനം മുമ്പ് പറയട്ടെ, ചണ്ടാള ഈ കള്ളക്കോഴിയെ കുറിച്ചൊക്കെ നിരന്തരം പറയുന്നെങ്കിലും ആത്യന്തികമായി എന്റെ വിഷയം കള്ളക്കോഴിയാണ്. അതൊരു ആചാരത്തിന്റെ ഭാഗമാക്കുന്നത് കൊണ്ട് നടക്കണം എന്ന് ഞാൻ പറയും. പലരും കേൾക്കുന്ന അതെന്തോ വലിയ കാര്യമാണ്. അങ്ങനെയല്ല. ഇപ്പൊ തന്നെ ഞാനിവിടെ പബ്ലിക്കായിട്ട് പറയുന്നത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാണ്. ജയന്തിയുമായി ബന്ധപ്പെട്ട് അവിടെ ആശുപത്രി ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തന്റെ ആഗ്രഹമാണ്, ഇന്നേ ദിവസം ഈ രാത്രി നെയ്ച്ചോറും കോഴിക്കറിയും കൊടുത്താലോ എല്ലാവരും. അയാൾ ആഗ്രഹം, ഭക്തന്റെ ആഗ്രഹമല്ലേ, ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കാരണം ഞാൻ തന്നെയാണ് അനുകമ്പോപദേശം എഴുതിയത്. എന്തിന്റെ അനുകമ്പോപദേശം എഴുതി വെച്ചാൽ എഴുതാൻ പറ്റും. അത് റെസ്പെക്ട് അദ്ദേഹത്തെ ഗുരുദേവ ഒന്നിനും കൊല്ലരുത് പാവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനതിനെ പറഞ്ഞിട്ടുള്ളൂ, ഭുജിപ്പാൻ മറ്റൊന്നുമില്ലെങ്കിൽ ഹനിച്ചോ മറ്റൊരു ജീവി. തിന്നാനൊന്നും കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിനെ നീ കൊന്നു. അടുത്ത വരെ എനിക്ക് ബൈഹാട്ടല്ലാതെ അപ്പൊ തോന്നിപ്പിഴുതി പോകണമല്ലോ. എന്നിരുന്നാലും പറഞ്ഞു, ഞാൻ ശാസ്ത്രതത്വത്തെ വെളിവാക്കാൻ വേണമെങ്കിൽ ബലി ആകാം. അല്ലാതെ ഒന്നിന് വയ്യ എന്നുള്ളതല്ലെങ്കിലും അതിനെ ശുശ്രൂഷിക്കുന്നതാണ് കേവലം. ആ അനുബന്ധ ഇല്ലെങ്കിൽ നീ മനുഷ്യനാണോ എന്നാണ് ആത്യന്തികമായ ചോദ്യം. അല്ല തിന്നണ്ട കുടിക്കണ്ടെന്നല്ല. അപ്പോൾ അത്രയുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഇത് എഴുതി വെച്ച എനിക്ക് ഈ നെയ്ച്ചോറും കോഴിയും ഇങ്ങനെ മനസ്സിലാക്കും. അപ്പൊ ബാബാജി ഇങ്ങനെ കഴിക്കാറില്ലേ? അപ്പൊ ഞാനിവരോട് പറഞ്ഞു, നമ്മൾ രണ്ടാളിരുന്ന് കഴിക്കുന്ന പോലെയല്ല. ഒരു സദസ്സ്, പക്ഷെ ആശ്രമം, ഒരു സന്ദേശം കൊടുക്കേണ്ട. ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം ആജിനോട് ഈ ചാപ്രാണിൽ രണ്ട് വാക്കുകൾ ഒതുക്കിയാതിരുന്നതല്ല എന്ന നല്ല ബോധ്യരിക്കണ്ടേ. ഞാൻ സന്ധി പറഞ്ഞാൽ എനിക്ക് പറയുന്നവര് കാരണം ചോദ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചോദിക്കണം, ഗുരു എന്തിനാണ് ചോദിക്കണം? ഇത് ചോദിക്കണം എന്താണ്? ഇപ്പൊ എങ്ങനെ ഇപ്പൊ ചോദിക്കാം? ഞാൻ എപ്പോഴും പറയും ചോദ്യം ചോദിക്കണം എന്ന് പറയും. ഇവര് ചോദിക്കില്ല. ഓവർ ബഹുമാനമായിട്ട് പണ്ടത്തെ വലിയച്ചോടും ബഹുമാനമായിട്ട്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചാൽ ഇവര് നാളെ പൂജയ്ക്ക് വരുന്ന വെച്ചാൽ ഇങ്ങനെ വരിക ചണ്ടാളിന് പോയാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരോട് എടുത്തു പറഞ്ഞത് വേണ്ട. അപ്പൊ എന്താ കാര്യം? ഇപ്പോൾ നിങ്ങൾ രണ്ട് തവണ, ഇപ്പോൾ ഇത് രണ്ട് കോഴിയാണ്. ഭാവിയിൽ എന്ത് നിങ്ങൾ പറയും? ഈ മുസ്ലിങ്ങളെ പോലെയോ? മുസ്ലിങ്ങളുടെ വലിയ കൃത്യമായി പറയാൻ പറയും, നിങ്ങൾ കൊടുക്കുന്ന മൃഗത്തിന്റെ മാംസത്തിലേക്കോ രക്തത്തിലേക്കോ അല്ല, അല്ലാതെ നോക്കുന്ന സമർപ്പണത്തിലേക്കാണ്. ഇത് വളരെ വ്യക്തമായി പറയും. പക്ഷെ എന്താണ് കുട്ടിയുടെ മുടിവളച്ച് എനിക്ക് ഇസ്ലാം കുട്ടിയുടെ മുടികളച്ചിൽ വന്ന അപ്പോൾ ഒരു പോത്തിന്
പേടിയായി. പടച്ചോനെ, ആ കുട്ടിയുടെ മുടി കളച്ചു, അടുത്ത് എനിക്ക് പണിയായി. അതിന് മുടി വന്നിട്ട് കാര്യം. അപ്പൊ ഇത് പറഞ്ഞ പോലെയാണ് നാളെ എന്ത് ചെയ്യും? ഒരു പറഞ്ഞാലാണെങ്കിൽ മാത്രമല്ല, സത്യക്ക് കംപ്ലീറ്റ് ഇതാവും. അങ്ങനെയാണെങ്കിൽ പണ്ട് തെളിയില്ലാന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ നിങ്ങൾ 10,000 കൊല്ലുന്നു, ഒരു വലിയ ഒരു ഭക്ഷണയോഗ്യമായ മൃഗത്തെ കൊല്ലും. 10,000 അതിനെ കൊല്ലിനേക്കാൾ നല്ലത് ഒരു വലിയ മൃഗത്തെ കൊല്ലുന്നതാണ്. അതൊന്നും തെറ്റല്ല, ഭക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് തീരുമാനിച്ചു? അവസാനം ഭക്ഷണം കണ്ടിട്ട് ഈ ഭക്തനോടും പറഞ്ഞു, തൽക്കാലം നമുക്ക് ഗോപി മഞ്ചൂരി ആക്കാം. മറ്റത് പൂജയുടെ നിവേദ്യം ഉണ്ടല്ലോ, പൂജയ്ക്ക് അവശ്യം വരികയാണ്. 2 പേരെ ചുരുങ്ങിയുള്ളൂ. ഒന്ന് എന്താ പറയുക, നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ചെയ്യണേ തെറ്റാന്ന് പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ അതൊന്നും തെറ്റല്ല, നമ്മുടെ സമ്പ്രദായ ആചാരമാണ് ആദ്യം. നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവശ്യം ഒരു ബലിയുള്ളൂ. അതെന്താണ്? അത് സാധാരണ സമർപ്പണ ബലിയാണ്. പ്രതിഷ്ഠയ്ക്ക് ബലിയാണെങ്കിൽ, കാരണം ജീവപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇത്രയും കലശങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മുളയിലൊക്കെ നടത്തുന്നത് ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം വേറെ ജീവൻ കൊടുക്കാൻ ആകില്ല. അതിന് വേണ്ടിയിട്ട് അതൊന്നും ഇല്ലെങ്കിൽ ഇത്രയും ചെലവില്ല. മണിക്കൂറുകളൊക്കെ കൊണ്ട് വലിയ മഹാപ്രതിഷ്ഠ നടത്താം. ഒരു ജീവബലി കൊടുത്താൽ മതി. കോഴിയുടെ ജീവൻ നമ്മുടെ ജീവനൊക്കെ ജീവൻ തന്നെയാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ എന്താണ്, അത് ഇല്ലാണ്ടായപ്പോൾ ഇതാണ്. അതിന് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ബലി, അങ്ങനെ ചുരുങ്ങിയത് 2 ബലി. അപ്പൊ ഒരുപാട് മൂർത്തി ഉണ്ടെങ്കിലോ ഒരു ബലി കൊണ്ട് ഒരു ബലി വെക്കുക. എന്ത് ചെയ്യാ, മുസ്ലിങ്ങൾ ചോറുണ്ടാക്കില്ല. ഇപ്പൊ അറബിയോട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ബലി കൊടുക്കുന്നെങ്കിൽ എന്നിട്ട് പറയാ, ദൈവങ്ങളെ ഇവിടെ വരും, അവിടേക്ക് ഞാനില്ല വാപ്പ് അങ്ങോട്ട് പറയുന്നു, മലങ്കട് വരാന്നോടെ ദൈവങ്ങളെ എടുത്തിട്ട് അങ്ങോട്ട് പോകണ്ട. എല്ലാ ദൈവങ്ങളും പറയും എന്താണ്, എന്റെ ദൈവങ്ങളെ ഞങ്ങൾ ആചാരമൊക്കെ കാലാനുസരണമായി മാറ്റാൻ തെറ്റി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത് ഞാൻ അങ്ങനെ ക്രമപ്പെടുത്തി അതിവിടെ വന്ന് കഴിച്ചോളൂ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സ്വീകരിച്ചോളൂ എന്ന് ചെയ്യുമ്പോൾ അതിനൊരു ക്രമം, ഒരു ലിമിറ്റേഷൻ. അത് കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇന്നലകളിൽ ചെയ്തത് തെറ്റല്ല, ഇന്നലകളിൽ ചെയ്തത് തെറ്റല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റല്ല. നമ്മുടെ ദർശനം മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കണമെന്ന്. കാലത്ത് ഭാവിയിൽ വന്നത് വേണ്ടേ? ഭാവി ഇതിന്റെ അപ്പുറം പോകണം. ഇതിന്റെ ഒരു ഇഞ്ച് മാറ്റില്ല. ഇതിങ്ങനത്തെ രഹസ്യമാക്കേണ്ടത് രഹസ്യമാണ്, പരസ്യമാക്കേണ്ടത് പരസ്യമാക്കണം. ഇന്ന് ആശ്രമത്തിൽ നമുക്കറിയാം, അവിടെ കഞ്ഞി കുടിച്ച് നമ്മൾ കയറിപ്പോയില്ലേ, അല്ലെ? കഞ്ഞി കുടിച്ചിട്ട് കയറിയില്ലേ പോയിക്കാൻ. അടുത്തത് എനിക്ക് മഹാനിവേദ്യമാണ് തന്നത്. ആ മഹാനിവേദ്യത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? തന്നവർക്ക് മാത്രമേ അറിയൂ. ചണ്ടാളബാബു മഹാനിവേദ്യം എന്ന് പറഞ്ഞേ ആദ്യം കഴിക്കുക കറുകപ്പുല്ലാണ്, അവസാനം കഴിക്കുക പച്ചയിറച്ചിയുമാണ്. ഇത് ഞാൻ അവിടുന്ന് കഴിച്ചു, ശിവകാര്യം കണ്ടിട്ടില്ല. ഇവിടെ പറയുന്നതിനാ അറിയണം. ആ കാണാതെ ചെയ്യുന്നതാണ് ഗുപ്തൻ. വിദ്യയെ കുറിച്ച് പറയുന്നത് എന്താണ്? രഹസ്യം, രഹസ്യാതിരഹസ്യം, അതിരഹസ്യം, പിന്നെ എത്രത്തോളം ഡീപ്പായിട്ട് എത്രത്തോളം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണം. അവിടെയാണ് സർവ ദർശനങ്ങളും സമഭാവനയിൽ വർദ്ധിക്കണമെങ്കിൽ ടെക്സ്റ്റുകളിൽ നിന്ന് അറിവിനെ തേടുന്നതിനൊപ്പം പുറത്ത് നിന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ അവിടെ കാണും സനാതനധർമ്മത്തിന്റെ തായ്വേരുകൾ. ആ തായ്വേരുകളെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ, എടുത്തു വെച്ചില്ലെങ്കിൽ, വേണ്ട ആദരവ് കൊടുത്തില്ലെങ്കിൽ, കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതുപോലെ സൂര്യ കുത്താൻ ഒരു ഇത്തിരി ഭൂമി പോലും തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരുക്ഷേത്ര ഭൂമി യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ ഹിന്ദുക്കളിൽ തന്നെയുള്ള ഹിന്ദുക്കളെ കണ്ടുകൂടാണ്ടാകും എന്നതാണ് ഇപ്പോൾ കുലധർമ്മത്തിന്റെ പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ശത്രു മുസ്ലിങ്ങളല്ല, കുലധർമ്മികളുടെ ശത്രു മുസ്ലിങ്ങളല്ല. ടിപ്പു സുൽത്താൻ ശത്രുവായി പ്രഖ്യാപിക്കുന്നവരുണ്ട്. ചണ്ടാളപ്പയ്ക്ക് ശത്രുവല്ല. ടിപ്പു സുൽത്താൻ ഞങ്ങളുടെ കാവൽ നശിപ്പിച്ചിട്ടില്ല. ടിപ്പു സുൽത്താൻ ഞങ്ങളുടെ കാവൽ നശിപ്പിച്ചിട്ടില്ല. അമ്പലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അത് ഞങ്ങളുടെ ആയിരുന്നു അല്ല. ഒരു പള്ളി പൊളിച്ച ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഞങ്ങളെ മോശം ഉണ്ടാക്കിയില്ലല്ലോ, ഞങ്ങളുടെ പള്ളിയില്ല. സാമൂഹ്യ വിഷയം നമ്മുടെ പള്ളിയല്ലല്ലോ. ഇത് പറഞ്ഞ ടിപ്പു പൊളിച്ചത് അമ്പലങ്ങളായി. അപ്പൊ കാവ് നശിപ്പിച്ചവരായിരിക്കല്ലോ ഞങ്ങളുടെ ശത്രുക്കൾ. ആരുടെ കാവ് നശിപ്പിച്ചേ ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത്തരം വേർതിരിവിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ മാറ്റം, ഇന്നലകളെ അന്വേഷിക്കാതിരിക്കുക. നമ്മൾ IPS ഓഫീസർ പറഞ്ഞതുപോലെ ഭരണഘടന രൂപീകൃതമാകുമ്പോൾ ഒരു നിയമം ഇന്നലകളിൽ ഒരു ബാൻ ചെയ്യപ്പെടാത്ത എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോൾ ആചരിക്കുന്നില്ലെങ്കിലും അത് നിലനിൽക്കുന്നു എന്നാണ് ഭരണഘടന പറഞ്ഞത്. അത് നിർത്തലാക്കാൻ മൗലിക അവകാശത്തിന്റെ ഭാഗം ആർട്ടിക്കിൾ 13 ആണ് വരുന്നത്. അത് നിർത്തലാക്കാൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗം, ഈ രാഷ്ട്രത്തിനുള്ള അവകാശം. ചണ്ടാളബാബയുടെ ഭക്തി പൂർത്തീകരിക്കാൻ എനിക്ക് ഭഗവത്ഗീത
എനിക്ക് മഹാനായ അംബേദ്കറുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭരണഘടന ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുള്ള എന്താണ്? ഞാൻ പറയുന്ന ജനതയെ കുറിച്ച് പറയുന്ന, അവർക്ക് വേണ്ടി കരയുന്ന, അവരുടെ അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥവും ഇല്ലല്ലോ ഈ നാട്ടിൽ. ഉണ്ടോ? അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ ആളുകളുടെ പുരാവസ്തു കണ്ടെത്താൻ രാഷ്ട്രീയവും ഭരണവും എൻ്റെ കയ്യിലില്ല. ആകെ ഭരണഘടന മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഭരണഘടനാ മൂല്യങ്ങളെ ബാബാജി ഉയർത്തി കാണിച്ചു എന്നാണ്. ചിലത്തിന് ആത്മീയതകൾ നിന്നിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചില ആളുകൾ മരടി ഫ്ലാറ്റിന് വിഷയത്തിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, പേരെടുക്കാൻ പറഞ്ഞത് നിങ്ങളിതിന് അവിടെ പോയി? കാരണം നിങ്ങൾ ആത്മീയതരാളല്ലേ. എന്തിനാ ഞാൻ പോയതിൻ്റെ ആ വീഡിയോ തോന്നിയാൽ കാണാൻ പറ്റും. മുത്തങ്ങയിലെ ആദിവാസികളെ വെടിവെച്ച് കൊന്നപ്പോൾ ഇല്ലാത്ത എന്ത് സ്നേഹമാണ് കാലിന് നിരത്തി വീട് വെച്ചാൽ ഉണ്ടാവുക. അതാണ് എന്റെ ചോദ്യം. അല്ലാതെ ആത്മീയതയാണ്. ആണോ? വിശക്കുന്നവന്റെ വിശപ്പ് കാണാതെ, ദാഹിക്കുന്നവന്റെ ദാഹം മനസ്സിലാക്കാതെ, ആധ്യാത്മികതയ്ക്ക് വേണ്ടി തെളുന്ന ഒരു സാധുവിന് മനസ്സിലാക്കാതെ എന്താത്മീയത? അവിടെയാണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത. മുഹമ്മദ് പറഞ്ഞതുപോലെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നീതിയെ കുറിച്ച് സംസാരിക്കും. അതുകൊണ്ടാണ് അവരുടെ പേരെടുക്കാനല്ല. പേരുണ്ടെങ്കിലും എന്തെങ്കിലും ശരി, നിങ്ങളാരും അംഗീകരിച്ചാലും ശരി, ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത്, ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ ആദ്യമായിട്ടൊരു ദലിതൻ, എനിക്ക് വേണ്ടി പറയല്ല, അതിന്റെ പ്രയോഗമല്ല, ഒരു ദലിതൻ രാഷ്ട്രത്തിലെ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ ഈ പറയുന്ന OBC-കാരന്റെ ഒപ്പം അല്ലെങ്കിൽ നമ്പൂതിരിക്കൊപ്പം ഇരിക്കുന്നെങ്കിൽ ഒരേ ഒരാളെ ഉള്ള ഈ വർത്തമാന കാലത്തിലും അത് ചണ്ടാള ബാബ തന്നെയാണ്. ഈ 10 ആള് വന്നാലും ആ പേര് ചണ്ടാള ബാബയ്ക്ക്. പിന്നെ എനിക്കെന്തിനാ പേര്? ഞാൻ ചണ്ടാളെന്ന് പറയും. ചാവുന്നവരെ പട്ടികജാതിക്കാരെ വരെ എന്നെ കേൾക്കും, ചാവുന്നത് വരെ കേൾക്കും. അംബേദ്കറെ തോൽപ്പിച്ചത് പട്ടികജാതിക്കാർ അനുസരിച്ച്. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോ എന്നെ കേൾക്കാത്തവർ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ട്? വെള്ളം കിടത്തി സംസാരിച്ചു. കാരണം ഞാൻ എന്തിന്? നിങ്ങൾ കാണുന്നില്ലേ 3 കുട്ടികളിൽ കൂടെ ഓടുന്നത്? നിങ്ങൾക്ക് എത്ര പേർക്ക് സമയമുണ്ട്? എത്ര പേർക്ക് സമയമുണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ? ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒപ്പം ബാബാജി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ? ചോദിച്ചു നോക്ക്, വീട്ടിൻ്റെ ഉള്ളിൽ അവരുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും ഒരു സമാധാനപരമായിട്ട് എൻ്റെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കൽ വെച്ചാൽ ബാക്കി ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനെ ആവൃതപ്പെടുത്തുന്ന വിഷയം എന്താ? കഞ്ഞി കുടിക്കാനുണ്ടോ ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് പരാശക്തി യഥേഷ്ടം അത് പറഞ്ഞ വണ്ടിയില്ലാത്ത ചണ്ടാളമാവണം എന്നോർത്തിന് വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആര് തന്നു? കേശവദാസായിരിക്കും. പക്ഷെ ഞാൻ പറയാ പരാശക്തി എങ്ങനെ കിട്ടി? എന്റെ ഗുരുവിന്റെ അനുഗ്രഹം മാത്രം ഒന്നുകൊണ്ട്. ഇളകുളത്തെ കണ്ണന്റെയും വസന്തിന്റെയും മകനല്ല, അതായിട്ടല്ല ഞാൻ ചണ്ടാളമായത്. എന്റെ ഗുരുവാൻ എനിക്കെന്റെ എല്ലാം എന്റെ കൂടെയുള്ള ശിഷ്യരിൽ ഇപ്പൊ വന്ന് 2 കോപ്യന്മാരൊഴിച്ച് ബാക്കി എത്ര പേർക്ക് അതുണ്ട് എന്ന് എനിക്കറിയില്ല. ഗുരുവിന് സമർപ്പണം ചെയ്തവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഗുരു എന്ന് പറഞ്ഞ മനുഷ്യൻ, അത് ഈ സനാതനം നിങ്ങൾക്ക് തന്ന ശാശ്വത സന്ദേശം. അത് മനസ്സിലാക്കിയവർക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഗുരുവിനെ ദൈവത്തെ കാണാൻ ശക്തി. ഇപ്പോഴത്തെ പ്രഭാഷണം കുറിച്ച് ഞാൻ കേൾക്കണ്ടേ? മനസ്സിലായി? താന്ത്രികനെ സംബന്ധിച്ച് ദൈവമാകാൻ എന്നെ ഗുരുവായി കാണുന്നവരുടെ ദൈവം ഞാൻ, അവരുടെ ചണ്ടാളന്മാർ, അവരുടെ പരമേശ്വരൻ. മറ്റവരുടെയോ അവർക്ക് ഞാൻ കേവലം മനുഷ്യൻ. പക്ഷെ നിങ്ങൾ എത്ര പറ്റും? ജയന്തിക്ക് ശബരിമലയ്ക്ക് പോയ ശിഷ്യനുണ്ട്. അവിടെ എന്താ പെണ്ണായിരിക്കണേ? പണ്ട് ആശുപത്രി പരിപാടി നടക്കുമ്പോൾ ഒരുത്തൻ കാശി പോയില്ല. വന്നപ്പോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാക്കാൻ അവിടെ പോയേ? ഇവിടെ എന്റെ ശിവൻ ഇവിടെയാണ്. നോക്കുമ്പോൾ ചെറ്റപ്പലയാണ് കൈലാസത്തിൽ. ഇത് ഞാൻ പറയുന്നതല്ലോ. ഈ ബോധ്യമുള്ള അഭ്യന്തരീക്ഷന്മാരുണ്ട്. ഭാര്യമാരെ പൂട്ടിയിട്ട് ഇവിടെ വരാൻ പറ്റില്ല. നിങ്ങൾ സന്യസിക്കാൻ പോവുക. ഇവരെ സന്യസിപ്പിച്ചിട്ട് എനിക്കെന്ത് ബാങ്ക് ഡെപ്പോസിറ്റ് കിട്ടാനാണ്? ഞാൻ ഇപ്പോൾ ഇവിടെ ഭാര്യമാരുണ്ടല്ലോ, എന്റെ ഭാര്യയാണെന്നൊക്കെ ചോദിക്കാം. ഞാൻ ചാവാൻ പോവുക, നിങ്ങൾ കൂടെ വരും? വരില്ല. അടുത്ത തെളിവങ്ങൾ കാശിക്ക് പോലെ സന്യസിക്കാൻ പറഞ്ഞോളൂ. നിങ്ങളെ ഭാര്യയും മക്കളും വരും. അത്രയുള്ള സ്നേഹം എന്ന ബോധ്യം. അപ്പൊ നോക്കണം. തന്ത്രം പറയുന്ന ഒരു കാര്യം, അറ്റാച്ച്മെന്റ് വേണ്ട എന്നല്ല, ഡിറ്റാച്ച്മെന്റോട് കൂടിയിട്ടുള്ള അറ്റാച്ച്മെന്റ് മതി.
എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഞാൻ കരുതി എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവും. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഭാര്യ ഒപ്പം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ കരുതിയ സമയം പിന്നെ എനിക്ക് പ്രകൃതി പറഞ്ഞു തരില്ല. ആരും ഞാൻ തനിച്ച, ഞാൻ വേദനിച്ച സമയങ്ങൾ എൻ്റെ ശരീരം പൊട്ടിയടിച്ചപ്പോൾ ഞാൻ ആ ഡ്രസ്സിനെ ഒരാൾ ആരെയും കുറ്റം പറയല്ല. ഞാൻ ഭാര്യയിരിക്കുന്ന രീതിയിൽ എൻ്റെ പച്ച മാംസത്തിൽ ഞാനാണ് ഡോക്ടറെ കണ്ടു കാശിനും ഒരു രൂപ പോലും എന്നെ ആരും സഹായിച്ചിട്ടില്ല. ഇനി നാളെ ഞാൻ ആൾ ദൈവമൊക്കെ ആയിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടായാലും ചണ്ടാളോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ വരുന്ന മുണ്ടൂലാന്ന് കിട്ടും. അപ്പൊ ആൾ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ പണി നോക്കണാണ് എൻ്റെ ആ താഷ്ട്യം അതുണ്ടാകും. ചണ്ടാളവ തലയിൽ തൊപ്പി വെച്ചു, ഇത് മലവാരിക്കുണ്ടോ? ഞാൻ പല സന്ദേശമാണ്. എൻ്റെ മതം, ഞാൻ ഉണ്ടാക്കുന്ന മതം, ശക്തിക്ക് ഞാൻ ബ്രാഹ്മണ ഹിന്ദുമതം ഉപേക്ഷിക്കുന്നു, പുതിയൊരു ധർമ്മം ആരംഭിക്കുന്നു. അതിൻ്റെ പേരെന്താ? ആദിമാർഗ മലവാരം. പുച്ഛിച്ചവരും ആക്ഷേപിച്ചതിൻ്റെ കുട്ടികൾക്കറിയാം. പുച്ഛിച്ചവരും ആക്ഷേപിച്ചവരും ഒക്കെ ഉണ്ട് ഈ നാട്ടിൽ. ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ കല്ലെടുത്ത് നിത്യേന വിളിക്കും ഹിന്ദുത്വത്തിൻ്റെ ആൾക്കാർ. ഗ്രാൻഡ് കിട്ടുമോ? ഞങ്ങൾ മാറും. എൻ്റെ കൂടെ ഇന്ന് 10 ആളല്ലോ. ഇതാണ് സനാതനധർമ്മം. മാറ്റമാണ് സനാതനധർമ്മം. ഇടുക്കി പിടിച്ചതല്ല. ഞാൻ ഒരു പ്രാർത്ഥന എഴുതിയപ്പോൾ അവസാനം എല്ലാ ദർശനത്തിനും ആധാരം സനാതനധർമ്മമാണ് തന്നെ എഴുതി. ഞാൻ മറ്റൊരു പേര് കിട്ടില്ല. പക്ഷെ എൻ്റെ സനാതനം വേറെയാണ്. ആ സനാതനം ശാശ്വതമാണ്, അത് നിലനിൽക്കും. കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ എന്ന അഹങ്കാരമല്ലേ. തീർച്ചയായും ആ അഹങ്കാരം എൻ്റെതല്ല. ഹേ പുത്ര, ഞാൻ തന്നെയാണ് ഇന്ദ്രനും ചന്ദ്രനും ബ്രഹ്മനും എന്നൊക്കെ പറഞ്ഞ ആ ഞാനെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നോക്കിയിട്ട് ഞാൻ അല്ലാഹ് പറയുന്നത് മുഹമ്മദിന്റെ തൊള്ളയിലൂടെ പറയിപ്പിച്ചില്ലേ? ആ ഞാനൊരു അഹങ്കാരിയാണ്. ആ ഞാൻ അഹങ്കാരം, ആ ഞാൻ തന്നെയാണ് ഞാൻ. ഈ ഞാൻ അതിൻ്റെ പ്രകടിത ഭാവം സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അവന് കഴിയും, പക്ഷെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അവന് സ്ഥൂലത വേണം. ഇലക്ട്രിക് പോസ്റ്റ് അവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കണക്ഷൻ വലിക്കണം. കണക്ഷൻ വലിച്ചാൽ പോരാ, ബൾബുണ്ടായിരിക്കണം, കരണ്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ വെളിച്ചം കാണാൻ പറ്റും. അതുപോലെ ഈ കണ്ട കാലമത്രയും എന്തൊക്കെയോ പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ നവീകരിക്കാൻ ഇരുന്നപ്പോ ഒരു സെക്ഷൻ കഴിഞ്ഞു. അതിൽ എൻ്റെ പാർട്ട് ചെയ്യണം. നമ്മൾ മറ്റുള്ള പാർട്ടിൽ എൻ്റെ പാർട്ടാണ് ഭൂരിപക്ഷ ജനതയുടെ ആധ്യാത്മികത. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ക്രൈസ്തവർ മതം മാറ്റിയത് ഏറ്റവും കൂടുതൽ ട്രൈബ്സാണ്. ഇന്ന് ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ല, ക്രൈസ്തവരെ മതം മാറ്റിയിരിക്കുന്നു. ഇപ്പൊ പിന്നെ മുസ്ലിങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം. ഞാൻ മുസ്ലിങ്ങളെ മോശമല്ല പറയും, മതം മാറ്റി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ട്രൈബിന്റെ വരെ പാരമ്പര്യമാണ്. ഇത് കേവലം കേരളത്തിന്റെ നിലവാരമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആശയം മനസ്സിലായിക്കൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഈശ്വര നിശ്ചയമാണ്, അതിന്റെ സന്ദേശമാണ്, സമഭാവന. കൂടാതെ ഇത് എൻ്റെ ജന്മദിനമല്ല, ഇത് ചണ്ടാളൻ, ശങ്കരോപദേശം കൊടുത്ത ചണ്ടാളന്റെ ജന്മദിനം മറന്നുപോയതിന്റെ ഭാഗമായിട്ട് അതിനൊരു ദിവസം വേണമെന്ന് പറഞ്ഞ് എന്നോട് പരാശക്തി പറഞ്ഞത് പ്രകാരം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡിസംബർ 4 ആ രീതിയിൽ ആചരിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നല്ലാണ്ട് ഇത് എൻ്റെ ജന്മദിനമല്ല. എൻ്റെ ജന്മദിനം ഒരു കലണ്ടറിലോ പത്രത്തിലോ വരണ്ട. അത് വൃശ്ചികത്തിലെ അശ്വതിയാണ്. അതാ വഴിക്ക് നമ്മൾ അതിനുള്ള എടുക്കാൻ ഇംഗ്ലീഷ് എടുക്കുക. അതുകൊണ്ട് ഡിസംബർ 4 ശങ്കര ജയന്തി പോലെ തന്നെയുള്ള ഒരു ജയന്തിയാണെന്ന് വേണ്ടിയിട്ടാ. അപ്പോഴേ ഉള്ളൂ ഹിന്ദുക്കളുടെ ഹിന്ദു സ്നേഹത്തിനെന്ന് അറിയാൻ പറ്റും. കാരണം ശങ്കരനെ നിങ്ങൾ വന്ദിക്കുന്നു എങ്കിൽ, ശങ്കരാചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുന്നു എങ്കിൽ നിങ്ങൾ ചണ്ടാളന്റെ ജയന്തി ആഘോഷിക്കണം, ചണ്ടാളന്റെ പ്രതിമയെ സ്ഥാപിക്കണം. അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ സനാതനത്തിന്റെ വക്താക്കളല്ല, വൈദിക ധർമ്മത്തിന്റെ ശങ്കരപരമ്പരയും മാത്രം വക്താക്കളാണ്. എൻ്റെ ശങ്കരന്റെ അല്ല, എൻ്റെ ശങ്കരന്റെ അല്ല, നിങ്ങളുടെ ശങ്കരന്റെ. എൻ്റെ ശങ്കരൻ ചണ്ടാളോസ്തു സതുജോസ്തു എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം ശങ്കരൻ. ഇത്രയും പറഞ്ഞതിന്റെ വാക്കുകൾ സംഭരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ സംസാരിച്ച് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാണെങ്കിൽ ചോദിക്കാം, മറുപടി പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞ ആചാര വിശ്വാസം പേര് ചോദ്യാക്കിയെങ്കിലും ഉണ്ടെങ്കിൽ
ഇല്ല എന്ന് വരും. ഇപ്പം സമയം വൈകിക്കൊണ്ട് തന്നെ ആയിരിക്കാം. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒന്ന് രണ്ട് ആൾക്കാർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് അവർക്ക് ഓരോ 2 മിനിറ്റ് വെച്ചിട്ട് കൊടുക്കണം എല്ലാവരും പറയുകയാണ്. പരമാവധി അത്യാവശ്യം വേണ്ട ആൾക്കാർ എന്തെങ്കിലും പറയുക. എന്നെ പുകഴ്ത്തി പറയാനായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ കേൾക്കും പറയാം. അതിന് ശേഷം വേണം ഈ സാഹസത്വം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ നിർത്തണം. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന വേണ്ടി കഴിയുമ്പോൾ നിൽക്കുന്നത് അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് മലയാളത്തിലാവുകൊണ്ട് അതുകൂടി കേൾക്കുന്നത്. സ്വാമി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ആധ്യാത്മിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ അക്ഷരങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരവനോട് നൃത്തവിദ്യാപീഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേവലം ആത്മീയത വെക്കുന്നത് വൈഡായിട്ട് എല്ലാവിധ വിദ്യാഭ്യാസവും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. നമ്മളെ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ ശിഷ്യർ പ്രവർത്തിക്കണം. ഒപ്പം ശിഷ്യർ ഭക്തരെ ചേർക്കണം. അപ്പുറം ഭക്തരും മാത്രമല്ല മറ്റുള്ള സന്മനസ്സുകളെ കണ്ടെത്തി അവരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലിരുന്നാൽ പറ്റില്ല. അല്ലാതെ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്തതാണ് ധാർമ്മിക പ്രവർത്തനങ്ങൾ. കുലധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുലധർമ്മം മാത്രമല്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് ഹിന്ദു സംവിധാനം ഒരു പക്ഷം ഇവിടെ ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്ന ഒരേ ഹിന്ദുത്വം. ഒരേ ഹിന്ദുത്വത്തിൻ്റെ ആൾക്കാരാണ്. അവർ രാഷ്ട്രീയ ഹിന്ദുത്വം. ഞാൻ ഒന്നും തോന്നരുത്. ഇവിടുത്തെ ഹിന്ദു എന്ന് പറഞ്ഞാൽ BJP ആണെന്ന് ധാരണ. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു ഗുണമില്ല. കാരണം പിണറായി ഒന്നും ചെയ്തില്ല. ഇതെന്താ BJPക്ക് വോട്ട് കൊടുക്കുക, കോൺഗ്രസിന് ഇല്ല എന്നാൽ BJPക്ക് വോട്ട് കൊടുക്കുക, മുസ്ലിങ്ങൾക്ക് എന്താ അവരാർക്കാ വോട്ട് കൊടുക്കാൻ അവർക്കറിയില്ല. BJPക്ക് കൊടുത്തു കോൺഗ്രസിനെ മാറിപ്പോ ക്രൈസ്തവർ ഇതേപോലെ അതുകൊണ്ട് ഒരു കാര്യം നടക്കും. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ആ രീതിയിൽ രാഷ്ട്രീയ ചിന്തയിൽ പോകണമെന്നുള്ളതുകൊണ്ട് മാതൃകുല ധർമ്മരക്ഷാ സംഘം കേവലം ഒരു കുലധർമ്മത്തിനപ്പുറം എല്ലാ കുലങ്ങളും ബ്രാഹ്മണ കുലത്തെയും ചേർത്ത് എല്ലാ കുലങ്ങളും ചേർത്ത് ഇസ്ലാമിക കുലത്തെയും ക്രൈസ്തവ കുലത്തെയൊക്കെ ചേർത്ത് ആ രീതിയിൽ കൂടി ചിന്തി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു ധർമ്മം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കൂടി ആകണം. ആ രീതിയിൽ വേറൊന്നുണ്ടല്ല. ഈ ഒരു രാഷ്ട്രീയ ഹിന്ദുത്വം എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഹിന്ദുവിൻ്റെ കാര്യം BJP തന്നോന്നില്ല. ആർക്കും തന്നാൽ BJPക്കും തരാം. BJPക്കും അറിയില്ലേ, BJPക്കും തരാം, കമ്മ്യൂണിസ്റ്റിനും തരാം. അല്ലേ? ഈ രീതിയിൽ ഹിന്ദു മാറണം. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ അതങ്ങനെ വരണം. പിന്നെ അടുത്തതാണ് സർവദർശന സമഭാവന പ്രചാരക സംഘം. ഇത് നമ്മൾ പ്രചരിപ്പിക്കണം. എന്താണ്? രാഷ്ട്രം വൈവിധ്യങ്ങളുടേതാണ്. ശത്രുതയല്ല നമുക്ക് വേണ്ടത്. ശത്രുത ഉണ്ടായാൽ ഇനിയും രാഷ്ട്രം വെട്ടിക്കൊടുക്കും. അത് വിഷമാണ്. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ സർവ്വദർശനങ്ങളെയും സമഭാവം നിർത്താൻ ആവശ്യമായ പ്രചരണം, ആ സന്ദേശവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ഈ 3 പദ്ധതികൾ ആശ്രമത്തിൽ ആസൂത്രണത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ശിശുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം, ശക്തമായി പ്രവർത്തിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ്. ശരി, അപ്പം എന്തായാലും പ്രാർത്ഥന. കർമ്മമാണു സാധന, ധർമ്മമാണു ജീവിതം, കർമ്മത്തെ വരിച്ചുകൊണ്ട് ധർമ്മത്തെ നയിക്കുക. കർമ്മയോഗിയാണു നാം, ധർമ്മയോഗിയാണു നാം, കർമ്മയോഗിയാണു നാം, ധർമ്മയോഗിയാണു നാം. ധർമ്മരക്ഷ ചെയ്തിടുവാൻ കർമ്മമാർഗമേറ്റിടാം. ഭീതിയേതുമില്ലതിൽ വീരചിന്തയുണ്ടതിൽ, ഭീതിയേതുമില്ലതിൽ വീരചിന്തയുണ്ടതിൽ. ലോകരക്ഷ ചെയ്തിടുന്ന സത്യമാർഗമാണിത്, ലോകരക്ഷ ചെയ്തിടുന്ന ആദിമാർഗമാണിത്. സർവത്രാദിമാർഗിതൻ നാമസങ്കീർത്തനം. ഓം ഹരേ നമ. ചണ്ഡാളരൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ഓം നമ ജീവായ. ഇവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ഡാളമുത്തപ്പനും മുലത്താനും എഴുന്നീരിയമ്മയും മുത്തുവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമൊന്നും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരേ നമ. ചണ്ഡാളരൂപായ ഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ഡാളോഹം. ജയ് ഹിന്ദ്.